Praise the Lord. परमेश्वर की स्तुति हो। कई बुक्की वाह തുറന്നൊരു ഹല്ലേലൂയ പറഞ്ഞു हाथ उठाकर मुंह को खोलकर एक हालेलुया बोले। അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് അവസരം ഒരുക്കിയതോർത്ത് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. आशीषित शाम को परमेश्वर के वचन को लेकर आपके बीच में खड़े होने के लिए परमेश्वर ने जो अवसर दिया उसके लिए मैं परमेश्वर को धन्यवाद देता हूँ. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും വിശേഷാൽ കർത്താവിൻ്റെ വയലിൽ എൻ്റെ സഹപ്രവർത്തകരായി അധ്വാനിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. मैं मसीह यीशु के नाम में आप सबों को सलाम करता हूँ, आए हुए सभी जनों को और मेरे साथ सेवा में लगे रहने वाले परमेश्वर के दासों को भी. ഈ യോഗങ്ങളിലേക്ക് എന്നെ ക്ഷണിക്കുകയും യോഗങ്ങൾ ക്രമീകരിക്കുകയും ചെയ്ത ആദരണീയനായ ദൈവദാസൻ ഡിസ്ട്രിക്ട് മിനിസ്റ്റർ പാസ്റ്റർ പി വി ജോൺ, ലോക്കൽ ചർച്ച് മിനിസ്റ്റർ പാസ്റ്റർ ബാബുജി സാമുവൽ, അവരുടെ സഹപ്രവർത്തകരായ എല്ലാ ഭാരവാഹികൾക്കും ഹൃദയാംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. इस सभाओं का आयोजन किए हुए और मुझे निमंत्रण दिए हुए इस डिस्ट्रिक्ट के मिनिस्टर पास्टर पी वी जॉन और इधर के स्थानीय कलीसिया के पासवान पास्टर बाबूजी सैमुअल को मैं अपने तहे दिल से धन्यवाद को देता हूँ. 5 വയസ്സ് മുതൽ സുവിശേഷകനായി തീരുവാനുള്ള മോഹം എന്നിൽ അങ്കുരിച്ചു. 5 साल की उम्र से परमेश्वर के वचन को बोलने का इच्छा मेरे अंदर जगता रहा. 8 വയസ്സ് പ്രായമുള്ളപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 8 साल की उम्र में प्रभु यीशु मसीह को अपना उद्धारकर्ता होकर स्वीकार किया. 14 വയസ്സ് പ്രായമുള്ളപ്പോൾ പഠനം പൂർത്തിയാക്കി ഭവനത്തോട് യാത്ര പറഞ്ഞു സുവിശേഷ വയലിൽ ഇറങ്ങി. और 14 साल की उम्र में अपने घर से विदा लिया और सेवा के क्षेत्र में बना रहा. 45 വർഷങ്ങളോളമായി സുവിശേഷ വയലിൽ അധ്വാനിക്കുന്നു. और 45 साल से परमेश्वर के सेवा में उसके क्षेत्र में बना हुआ हूँ. പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല പുസ്തകങ്ങളിലൂടെയും അനേകരോട് ദൈവവചനം അറിയിപ്പാൻ എനിക്ക് അവസരം ദൈവം നൽകി. सिर्फ प्रचार के द्वारा ही नहीं, पुस्तकों के द्वारा भी और लोगों से सुसमाचार बताने के लिए परमेश्वर ने अनुग्रह दिया. അങ്ങനെ ദൈവം കൃപ ചെയ്ത് 36 പുസ്തകങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചു. और ऐसा परमेश्वर के अनुग्रह से मैंने 36 पुस्तकों को का लेखक बना है. അതിൽ ചുരുക്കം ചില പുസ്തകങ്ങളുടെ ചുരുക്കം ചില കോപ്പികൾ ഇതിന് വെളിയിൽ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. और उसमें से कुछ पुस्तकों के कुछ प्रतियां यहाँ बाहर बेचने के लिए रखा है. മലയാളം അറിയാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ഉപദേശങ്ങൾ പഠിക്കണമെങ്കിൽ ഹിന്ദിയിൽ അത് വേണം. അതുകൊണ്ട് 4 പുസ്തകങ്ങളുടെ 3-4 കോപ്പികൾ വീതമേ ഉള്ളൂ. അതിൻ്റെ കോപ്പികളും ഹിന്ദിയിലും അവിടെ ഉണ്ടായിരുന്നു. और हमारे बच्चे जो उपदेश हैं उसको समझने के लिए उसको हिंदी में कुछ ही पुस्तक हैं, उसके 3-4 प्रतियां हैं, उसको मैंने बाहर रखा है. പ്രസംഗം കേൾക്കുമ്പോൾ ഓർത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ആളുകളാണ് കുറിപ്പ് എഴുതി വെക്കാറുള്ളത്. और प्रचार सुनने के लिए इच्छा रखने वाले लोग उसको अपनी उसकी टिप्पणियों को लिख कर रखते हैं. നന്നാകാനുള്ള ഒരു ലക്ഷണമാണ് ഈ കുറിപ്പെഴുത്ത്. और ये जो लिखना है वो भला बनने का एक चिन्ह है. എന്നാൽ ഇതുപോലെ ഖുല്ലാഹുവ ആസ്മാന്റെ കീഴിലിരുന്നൊരു നല്ല കാറ്റ് വരുമ്പോഴോ ഫാനിന്റെ കീഴിക്കുമ്പോഴോ ഈ കുറിപ്പ് അങ്ങ് പറന്നു പോകും. लेकिन खुले हुए आसमान के नीचे या पंखा चलने पर ये जो छोटी सी पर्चियां हैं वो उड़ जाती हैं. കുറിച്ച് വെച്ചില്ലെങ്കിൽ പ്രസംഗം മറന്നും പോകും. और अगर लिख के नहीं रखे तो प्रचार भूल जाते हैं. കുറിച്ച് വെച്ചാൽ പറന്നു പോകും, കുറിച്ച് വെച്ചില്ലെങ്കിൽ മറന്നു പോകും. और लिख के रखे तो वो उड़ जाएगा, नहीं लिखे तो भूल जाएंगे. പറന്നും മറന്നും പോകാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ. और वो उड़ने जाने के लिए और भूलने जाने के लिए एक ही रास्ता है. അച്ചടിച്ച പ്രസംഗ പുസ്തകങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ച് വായിക്കും. और ये जो छपा हुआ प्रचार छपा हुआ पुस्तकों को खरीदे और उसको अपने घर में रखें. നീ പറക്കുന്നിടം വരെ അത് നിന്റെ കൂടെ. और जब तक आप ना उड़ जाए तब तक वो आपके साथ रहेगा. പിന്നെ നിന്റെ മക്കളും അത് വായിക്കും. और उसके बाद आपके बच्चे भी पढ़ेंगे. വിവരമുള്ളവർ വിവരം ഉണ്ടാകാനായിട്ടാണ് പുസ്തകം വായിച്ചു പഠിക്കുന്നത്. और जिनको समझ नहीं होता है उनको समझ मिलने के लिए ये इस प्रकार की बातें होती हैं. എല്ലാവർക്കും വേണ്ടിയുള്ള പുസ്തകം അവിടെ ഇല്ല. അത് സ്റ്റോളുകളിലോ കേരളത്തിലൊക്കെ പോകുമ്പോഴോ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വാങ്ങാം. ഇപ്പോൾ അങ്കുലി പരിമിതമായ പുസ്തകങ്ങളെ ഉള്ളൂ. ആദ്യം ചെല്ലുന്നവർക്ക് അത് വാങ്ങാം. और काफी सीमित प्रतियां बाहर रखी हुई हैं. अगर आपको और भी चाहिए है तो आप केरल जाते हैं वहां से ले सकते हैं या बुक स्टॉलों में से आप खरीद सकते हैं उनकी प्रतियों को. അതിൽ Psalm 119 എല്ലാ വാക്യങ്ങളും ഞാൻ പ്രസംഗങ്ങളാക്കിയ
ഒരു പുസ്തകം അവിടെയുണ്ട്. और वहाँ पर भजन संहिता 119 के हर एक वचनों को मैंने संदेश बनाया है, उसकी एक पुस्तक वहाँ बाहर है. അത് വാങ്ങിക്കുമ്പോൾ 2 വോളിയം ഒരുമിച്ച് വാങ്ങിച്ചാലേ പ്രയോജനമുള്ളൂ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വോളിയം ഈച്ച് ആൻഡ് എവറി വേർഡ്സ് അത് വിപുലീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. और उसकी पहली प्रति और दूसरी प्रति दोनों एक साथ खरीदें, क्योंकि एक साथ ना लिए तो आपको उसका फायदा नहीं होगा. തേജോമയ സേവകായി എന്നൊരു പുസ്തകം ഹിന്ദിയിൽ കിട്ടും. तेजोमय सेवकाई नाम की हिंदी में एक पुस्तक आपको मिलेगा. അത് സുവിശേഷ വേലക്കാരാണ് വാങ്ങിച്ചാൽ കൂടുതൽ പ്രയോജനം. പ്രീച്ചേഴ്സ് പാസ്റ്റേഴ്സ് ഹാൻഡ് ബുക്കാണ്. അവരുടെ മാനേഴ്സ്, അവരുടെ ജീവിതം ശുശ്രൂഷ ചെയ്യാൻ അത് പ്രിഫറബിളി പാസ്റ്റേഴ്സാണ്. എല്ലാ 4-5 കൂടുതൽ കോപ്പികൾ അവിടെ ഇല്ലെന്നും ഖേദപൂർവ്വം അറിയിക്കും. और 4-5 प्रतियां बाहर है, मुझे खेद है कि वो सिर्फ कम है, लेकिन पास्टरों के लिए, पासबानों के लिए जो सेवकाई करते हैं वो किस प्रकार की जिंदगी जिए, उनकी जीवन शैली के बारे में बताने सिखाने वाली कुछ टिप्पणियां उसके अंदर है. ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് തിരിയട്ടെ. आज रात हम परमेश्वर के वचन की तरफ हमारी ध्यान आने पाए. സഭാ പ്രസംഗി എക്ലീഷിയാസ്റ്റിക്സ് ചാപ്റ്റർ 10 and verse 1. സഭാ പ്രസംഗി പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. समुपदेशक उसका 10वां अध्याय उसका पहला वचन. ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കും, അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ രാത്രി തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹൃദയംഗമായി ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആദാം മുതൽ ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾ 3 സ്ഥലത്ത് ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. आदम से अब तक जने हुए सभी लोग 3 स्थानों में वास करते हैं. 700 കോടി ആളുകൾ. 700 കോടി ആമത്തെ ആള് ഇന്നലെ 3 ദിവസം ആള് ജനിച്ചിട്ട്. അപ്പൊ മനസ്സിലായോ? അപ്പോൾ 700 കോടിയോളം ആളുകൾ ശ്വാസോച്ഛ്വാസം ചെയ്ത് ഈ ഭൂമിയിൽ താമസിക്കും. और 7 करोड़ लोग, आपको मालूम है कल ही 7 करोड़वां बच्चा का जन्म हुआ था, और इतने लोग श्वास लेते हैं और छोड़ते हैं और यहाँ वास करते हैं. അതുപോലെ വലിയൊരു സമൂഹം ഇമ്പങ്ങളുടെ പരദീസയിൽ സ്വർഗ്ഗത്തിൽ കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ട് വാഴുകയാണ്. और ऐसे हजारों लोग परमेश्वर के उपस्थिति में उसकी महिमा करते हुए रहते हैं. അതിലും വലിയൊരു സമൂഹം അധോലോകത്തിൽ അന്ധകാരത്തിന്റെ അധിപതിയുടെ കീഴിൽ ഇരുട്ടിൽ പാർക്കുകയാണ്. और उससे भी ज्यादा लोग अधोलोक के अंदर अंधकार में वास करते हैं. ഇതുപോലെയുള്ള ഒരുപാട് യോഗങ്ങൾ നടത്തിയിട്ടും വരാത്തവരെല്ലാം അവിടെ കരയുകയാണ്. और इस प्रकार की सभाओं के आयोजन करने के बाद भी जो नहीं आते हैं वो लोग वहाँ रो रहे हैं. യോഗത്തിന് വന്നിരുന്നിട്ടും അവിടെ ഇവിടെ നോക്കി പ്രസംഗം കേൾക്കാതെ നാട്ടിലെ കാര്യം വീട്ടിലെ കാര്യം ഗ്യാസ് ഓഫ് ചെയ്തേ ചാന്ന് പോകുന്നേ, മോട്ടർ ഓൺ ചെയ്ത് ഓഫ് ചെയ്തോ, പൂട്ടിയിട്ടുണ്ടോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരും അവിടെ കരയും. और वहाँ पर ऐसे लोग भी रोते रहते हैं जो सभाओं में आने के बाद भी गैस बंद किया क्या, आने जाने वाली बात और बाकी बातों के बारे में विचार करते रहते हैं. ഇനി വളരെ ശ്രദ്ധയോടെ പ്രസംഗകന്റെ മുഖത്തോട് തന്നെ നോക്കി വളരെ നന്നായി വചനം ആദ്യോടൊന്നും കേട്ടു, പക്ഷെ അനുസരിച്ചില്ല, അവരും പല്ല് കടിക്കുക. और लेकिन बड़े ध्यान से परमेश्वर प्रचारक के चेहरे को देखते रहते हैं, सारी बातों को सुने हैं, लेकिन वो उसको माने नहीं, आज्ञा नहीं पालन करने के कारण वो लोग भी वहाँ पर रो रहे हैं. അങ്ങനെ 3 കൂട്ടരാണ് നരകത്തിൽ കരയുന്നത്. और ऐसे 3 प्रकार के लोग वहाँ पर रो रहे हैं. ഒരിക്കലും യോഗത്തിന് വരാത്തവർ, एक बार भी सभाओं में नहीं आते हैं, യോഗത്തിന് വന്നിട്ടും പ്രസംഗം ശ്രദ്ധിക്കാത്തവർ, और सभाओं में आने के बाद जो उसको सुनते नहीं है, ध्यान नहीं പ്രസംഗം देते हैं, ശ്രദ്ധിച്ചിട്ടും അനുസരിക്കാത്തവർ, और ध्यान देने के बाद जो उसका अनुकरण नहीं करते ഇവിടെ हैं. ഇരിക്കുന്ന ആരും ആ കൂട്ടത്തിൽ ഉൾപ്പെടരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. मैं इच्छा रखता हूँ कि यहाँ बैठा हुआ कोई भी उस झुंड में ना आने पाए. ഇങ്ങനെ സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും ഇന്ന് പാർക്കുന്ന കോടാനുകോടി ആളുകളിൽ വെച്ചും ഇനി ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന ജനങ്ങളിൽ വെച്ചും ഏറ്റവും വലിയ ബുദ്ധിമാൻ, the wisest man ever lived in this world, ആരാന്ന് നിങ്ങൾക്കറിയാമല്ലോ. और ये स्वर्ग में और पृथ्वी पर और अधोलोक में अब तक जो था और जो आने वाले हैं, उन सबों में से जो सबसे ज्ञानी है वो कौन है आपको मालूम है? ശലോമോൻ തന്നെയായി. सुलेमान ही है. ദൈവം കൊടുത്ത ഒരു വരമാണ്. और उसको परमेश्वर का एक वरदान था. 1 രാജാക്കന്മാർ 3 അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ കഴിയും. और उसकी पार्श्वभूमि को पहला राजा उसके 3 अध्याय में രാത്രി ദർശനത്തിൽ ദൈവം ചോദിച്ചു, മോനെ നിനക്ക് എന്താ വേണം? और ईश्वर के दर्शन में ईश्वर पूछता है कि तुझे क्या चाहिए बेटा? ദൈവമേ, ഗുണദോഷ വിവേചനം ചെയ്യാൻ പര്യാപ്തമായ ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. हे प्रभु, मुझे ज्ञान की वो आत्मा को तू मुझे देना. നമ്മുടെ അപ്പച്ചൻ ഈ പ്രാർത്ഥനയും വളരെ ഇഷ്ടപ്പെട്ടു. और ये प्रार्थना हमारे पिताजी को काफी अच्छा लगा. ദീർഘായുസോ ശത്രു സംഹാരമോ പണമോ ഒന്നും നീ ചോദിച്ചില്ലല്ലോടാ,
വിവേകമുള്ള ഒരു ഹൃദയമല്ലേ ചോദിച്ചുള്ളൂ, ഞാനത് നിനക്ക് തന്നിരിക്കുന്നു. तू लंबी आयु या पैसे या इस प्रकार की बातों को नहीं मांगा, तूने बुद्धि के साथ बुद्धि को मांगा, विवेक को मांगा, और वो मैं तुझे देता हूँ. അതിന്റെ കൂടെ ഈ ചോദിക്കാത്ത അനുഗ്രഹവും ദൈവം കൊടുത്തു. और जो तूने नहीं मांगा वो आशीष भी तुझे दिया. അങ്ങനെ ജ്ഞാനവും കൊടുത്തു, പരിജ്ഞാനവും കൊടുത്തു. और उसको ज्ञान दिया और बुद्धि भी दिया और ज्ञान भी दिया. ഇത് രണ്ടും ഒന്നല്ലേ പാസ്റ്റർ എന്ന് ചെല്ലം ഇങ്ങനെ ചോദിച്ചേക്കാം. आप में से कुछ लोग पूछेंगे कि ये दोनों एक ही नहीं क्या पास्टर? അത് രണ്ടും രണ്ടാണെന്ന് തെളിയിച്ചിട്ട് ഇനി ഞാൻ പ്രസംഗം തുടരുന്നുള്ളൂ. और ये दोनों अलग है, ये साबित करने के बाद मैं प्रचार में आगे चलूंगा. ഇംഗ്ലീഷ് ബൈബിളിൽ നോളജ് എന്നൊരു പദമുണ്ട്, വിസ്ഡം എന്ന് വേറൊരു പദമുണ്ട്. और अंग्रेजी बाइबल में नॉलेज और विजडम ऐसे दो शब्द हैं. ഹിന്ദി ബൈബിളിൽ ജ്ഞാൻ എന്നൊരു പദമുണ്ട്, ബുദ്ധി എന്ന് വേറൊരു പദമുണ്ട്. और हिंदी बाइबल में ज्ञान और बुद्धि ऐसे शब्द हैं. മലയാളത്തിൽ 1 Corinthians 12:8 और पहला कुरिन्थी 12:8 में मलयालम बाइबल में ജ്ഞാനം എന്നൊരു പദമുണ്ട്, പരിജ്ഞാനം എന്ന് വേറൊരു പദമുണ്ട്. और वहां पर ജ്ഞാനം और ബുദ്ധി, ज्ञान और बुद्धि ऐसे दो शब्द का उपयोग किया. എന്താ ജ്ഞാനം? ये ज्ञान क्या है? ഒരു വിഷയത്തെ കുറിച്ച് പഠിച്ചു വളരെ നമ്മുടെ ദിമാഗ് മസ്തിഷ്കം നിറയ്ക്കുന്നതാണ് ജ്ഞാനം. और ये ज्ञान कई विषयों के बारे में पढ़ते पढ़ते ज्ञान वो जो समझ हमारे अंदर आती है. എന്നാൽ നമ്മുടെ മസ്തിഷ്കത്തിൽ നിറഞ്ഞ ജ്ഞാനത്തെ പ്രോപ്പർലി യൂസ് ചെയ്യുന്ന കഴിവാണ് പരിജ്ഞാനം. और ये जो बुद्धि दिमाग में चढ़े हुए ज्ञान को प्रॉपरली यूज, ठीक रीति से उपयोग करने का तरीका है बुद्धि. മനസ്സിലായോ? എന്ന് പറഞ്ഞാലും ആർക്കും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. मैं समझ गया कि ये बोलने के बाद भी आप लोग नहीं समझ पाए. ഇനി ഞാൻ പറയാൻ പോകുന്ന കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. अब मैं जो बोलने जा रहा हूँ वो सुनने से सबको समझ में आएगा, ये भी मुझे मालूम है. അതായത് ഉദാഹരണം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. उदाहरण से सब लोग सब बातों को समझ. 2000 പാട്ടുകൾ അടങ്ങിയ ഒരു പാട്ടുപുസ്തകം സിയോൻ ഗീതാവിലെ ലേറ്റസ്റ്റ് എഡിഷൻ നമ്മുടെ മുമ്പിൽ വന്നു. 2000 गीतों को रखा हुआ एक सियोन गीतावली हमारे सामने है. ഈ 2000 പാട്ടിന്റെ ട്യൂൺ പഠിക്കുന്നത് ജ്ഞാനം. और ये 2000 गीतों का जो ट्यून को सीखना, धुन को सीखना, वो ज्ञान है. നമ്മുടെ ചില ആളുകൾക്ക് ട്യൂൺ പഠിക്കണ്ട, അവർ ആദ്യം ഉടനെ എല്ലാ പാട്ടും ഒരു ട്യൂണിൽ പാടുന്ന വിവരം കേട്ടിട്ടുള്ളവരും ഉണ്ട്. और ऐसे भी लोग हैं जो हर गाने को एक ही धुन में गाते हैं. അവർക്ക് ഒന്നും പഠിക്കണ്ട, A to Z എല്ലാം ഒറ്റ ട്യൂണിൽ അവർ പാടുന്ന വിവരദോഷികളുണ്ട്. और उनको A से Z तक एक ही धुन पे वो लोग गाते हैं. എന്നാൽ 2000 പാട്ടിന്റെയും വ്യത്യസ്തമായ ട്യൂൺ പഠിക്കുന്നത് ജ്ഞാനമാണ്. और लेकिन वो ज्ञान है कि 2000 गीतों को उसके अलग अलग धुनों में, विशेष धुनों में सीखना. എന്നാൽ സന്ദർഭത്തിന് സമയത്തിനും അനുസരിച്ച് പാട്ട് സെലക്ട് ചെയ്ത് പാടാനുള്ള കഴിവാണ് പരിജ്ഞാനം. और बुद्धि जो है उसको अवसर के अनुरूप उस गीत का उपयोग करते हुए गाना ही बुद्धि होती है. അതായത് ഒരു യോഗം തുടങ്ങുമ്പോൾ ഒരു സ്തോത്രഗാനം, സ്തുതിഗാനം, മഹത്വമേ, സ്തുതിക്കുന്നേ, വാഴ്ത്തുന്നേ, പ്രശംസാഹോ, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ വാ തുറന്നേ സ്തുതിയോടും കൂടെ വരണം. മനസ്സിലായോ? ആരംഭത്തിൽ എപ്പോഴും ഒരു സ്തോത്രഗാനത്തിൽ തുടങ്ങണം എല്ലാ യോഗങ്ങളും എന്ന് സാരം. और हमारे सभाओं के अंदर जब सभा शुरू होती है तो स्तुति करते हुए, प्रशंसा करते हुए उसके फाटकों में हम स्तुतियों के साथ जाते हैं. इस प्रकार से हम लोग स्तुति के गीतों से सभाओं को आरंभ करें. യോഗം അവസാനിക്കുമ്പോൾ ഒരു പ്രത്യാശാഗാനം. और जब सभा को अंत करते हैं तो आशा भरी गीत को गानी, അല്ലെങ്കിൽ ഒരു സമർപ്പണ ഗാനം, नहीं तो एक समर्पण का गाना, അതുമല്ലെങ്കിൽ പ്രസംഗകന്റെ പ്രസംഗത്തിന്റെ വിഷയത്തോട് യോജിക്കുന്ന ഒരു ഗാനം, नहीं तो प्रचारक के संदेश से समान रखने वाला एक गीत. ഇങ്ങനെ സെലക്ട് ചെയ്ത് പാടുന്നതിന് പരിജ്ഞാനം എന്ന് പറയും. इस प्रकार चुनकर गीतों को गाना ही बुद्धि कहलाती है. പരിജ്ഞാനം വേണ്ടവരെന്ന് കൈവക്കി. और ये बुद्धि कितने लोगों को चाहिए? മിക്കവാറും പേർക്കൊക്കെ വേണം, കുറച്ച് പേർക്ക് വേണ്ടാതുള്ളൂ. और काफी लोगों को चाहिए, कुछ लोगों को नहीं चाहिए. എല്ലാവർക്കും കൊടുക്കാനില്ലെന്ന് വിചാരിക്കേണ്ട, ചോദിക്കുന്നവർക്ക് ഇഷ്ടം പോലെ കൊടുക്കാൻ നമ്മുടെ അപ്പച്ചന്റെ ഭണ്ഡാരത്തിലുണ്ട്. और जो मांगे उनको नहीं मिलेगा ऐसा नहीं, हमारे पिताजी के भंडार में जितने मांगे सबको मिलेगा. എന്നാൽ ഇനി പാസ്റ്റ് പറയുക, ദൈവം ഇതിൽ നിന്ന് ആരും പാട്ടുപാടി സാക്ഷി എഴുന്നേക്കല്ലേ, അപ്പൊ ദൈവം ചെയ്ത് ചുരുക്കമായി സാക്ഷി പറഞ്ഞിരിക്കുന്ന സമയമില്ലെന്ന് പറയുമ്പോൾ പടിഞ്ഞ ജീവനുള്ളോ നാളെ നാവിനാൽ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കുന്നതാണ് ഒരു വരമില്ല. വി അധികം വരം സമം വിവരം, അതേ ഉള്ളൂ. മറ്റെല്ലാ വരങ്ങളും ഉണ്ട്, ഈ വിവരമില്ല. और जब पास्टर साहब कहते हैं कि गीत गाकर आज गवाही ना दें और समय कम है इसलिए गवाही सिर्फ दें, तब भी गीत गा के उठना हमारा जो बुद्धि का नहीं होने का लक्षण, वरदान नहीं है. वरदान नहीं. അപ്പോൾ ഇറ്റാർസിയിൽ കുര്യൻ തോമസ് എന്ന പിതാവ് പറഞ്ഞു, ഇന്ന് ആരും किसी को भी
गीत गाने का टाइम नहीं, अपना गवाह की बोल के बैठ जाओ। देव ये पाठ पाड़ी साक्षी करने के लिए पाठ पाड़ले साक्षी करने एളുപ്പം ഇരിക്കാൻ പറഞ്ഞു. और इटारसी में जो पास्टर कुरियन थॉमस हैं वो एक बार बोले कि आज कोई गीत ना गाएं, सिर्फ गवाही बोलकर बैठ जाओ. ഒരു തള്ള വല്യമ്മ എഴുന്നേറ്റ് പറഞ്ഞു, मैं आज गीत नहीं गाऊंगी, मेरा गीत में पढ़ूंगी എന്ന് പറഞ്ഞിട്ട് ആദ്യോടെ ഗുണമില്ലാത്ത തള്ള ആ പാട്ട് മൊത്തം വായിച്ചിരുന്നു. അതാണ് വി അധികം വരമില്ലായ്മ. और ये जो एक जो बुजुर्ग माता थी उसने खड़े होकर बोली कि मैं आज गीत गाऊंगी नहीं, लेकिन अपने गीत को पूरा पढ़कर उसने सुनाई, शुरू से आखिरी तक पढ़ दी. उसको कहते हैं बुद्धि ना होने का वरदान. നിനക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഭവനത്തിൽ എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാലും ഓൾ നൈറ്റ് പ്രേ ചെയ്താലും പേഴ്സണൽ പ്രേയറിൽ നമ്മുടെ ദൈവത്തിന് മുഷിച്ചിലില്ല. അവൻ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളോവേ, നിനക്ക് ഇഷ്ടം പോലെ സമയം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം. अगर हम प्रार्थना करने को इच्छा रखते हैं तो हम लोग अपने घरों में प्रार्थना करें, रात भर प्रार्थना करें. हमारा परमेश्वर कभी भी उससे संकोच नहीं करता है, वो परेशान नहीं होता है. रात भर प्रार्थना करें. എന്നാൽ യോഗം ആരംഭിക്കുമ്പോൾ ബൈബിൾ സ്റ്റഡി കൺവെൻഷൻ പൊതുയോഗങ്ങളിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ അതിനോട് ബന്ധപ്പെട്ട 10-12 വാചകങ്ങൾ ഇവിടെ വന്നു, ദൈവസാന്നിധ്യം, തിരുവചന ഘോഷണം, ഇത്രയും പ്രാർത്ഥിച്ചിരിക്കണം. അല്ലാതെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സകല സുനാമികളെ ഓർത്തും ഇനി ഉണ്ടാകാനിരിക്കുന്ന സുനാമീസിനെ ഓർത്തും ഒന്നും പ്രാർത്ഥിക്കണ്ട. അതിനല്ലല്ലോ നിന്നെ വിളിച്ചത്, എന്തിനായി പറഞ്ഞു ആ കാര്യം പ്രാർത്ഥിച്ചേച്ച് അങ്ങിരിക്കുക. इसलिए सभाओं को आरंभ करते हैं तो उस समय जब प्रार्थना करने को कहते हैं तो जो सुनामी हुई थी और आने वाली सुनामी के लिए प्रार्थना ना करें. 10-12 वाक्यों में आप उस दिन की सभा के लिए प्रार्थना करके बैठ जाएं. ഒരു വീട്ടിൽ താമസിച്ചിട്ട് നേരം രാവിലെ പാസ്റ്റർ ടി ജി ഉമ്മൻ എന്ന പിതാവ് പറഞ്ഞു, ബസ് വരാറായില്ല, ചാക്കോച്ചൻ പ്രാർത്ഥിച്ചാട്ടെന്ന് പറഞ്ഞു. ചാക്കോച്ചൻ പ്രാർത്ഥന തുടങ്ങി, നിർത്തുന്നില്ല. और एक दिन सवेरे पास्टर टीजी उमचन सेवा के बाद सवेरे बस चढ़ने की थी, तो उस समय उन्होंने कहा कि जाको भाई आप प्रार्थना करो कि मैं बस पकड़ूं. वो खत्म नहीं हो रहा. ബസിന്റെ ഓണടി കേട്ടു. ബസ് വരുന്ന സമയം അദ്ദേഹം ഇറങ്ങി ബസ്സിൽ കയറി പോയി. ചാക്കോച്ചൻ പ്രാർത്ഥന തുടർന്നുകൊണ്ട് और बस आने की जो हॉर्न का आवाज आया और टीजी उमचन सर बस में चढ़े और चले गए और ये जाको भाई प्रार्थना करते रहे. വളരെ നാളുകൾക്ക് ശേഷം ചോദിച്ചു, അപ്പച്ചൻ എപ്പോഴാണ് ഇറങ്ങിയത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. और उस समय जब मिले, काफी दिन के बाद मिले, तो उनसे पूछे कि पिताजी आप कब चले गए थे. അദ്ദേഹം പറഞ്ഞു, നീ സങ്കീർത്തനത്തിൽ നിന്ന് സദൃശവാക്യത്തിലൂടെ ഇറങ്ങി സഭാപ്രസംഗം കയറുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിപ്പോരുന്നു. और उसने कहा कि भजन संहिता से नीति वचन में आकर तू जब सबोपदेशक में आने वाला था उस समय मैं चला गया. പ്രാർത്ഥിക്കുമ്പോഴും പരിജ്ഞാനം ഉണ്ടായിരിക്കണം. और जब प्रार्थना करें उस समय भी बुद्धि होनी चाहिए. ആമേൻ, സ്തോത്രം. ജ്ഞാനമുള്ള ഒരാൾ ഇവിടെ പ്രസംഗിച്ചാൽ ഹോൾ നൈറ്റ് പ്രീച്ച് ചെയ്യാൻ അറിയാം. ഹോൾ നൈറ്റ് ആർക്കിയോളജി, ബയോളജി, സുവോളജി, ജിയോളജി, ആന്ത്രപ്പോളജി, തിയോളജി പഠിച്ച് പ്രസംഗിക്കും. പക്ഷേ സംഘാടകർ, ഓർഗനൈസേഴ്സ് അനുവദിച്ച സമയത്ത് പ്രസംഗം നിർത്തണമെങ്കിൽ മറ്റേത് വേണം, പരിജ്ഞാനം വേണം. और रात प्रचार करने वाला रात भर सारे थियोलॉजी और इस प्रकार के बातों के द्वारा वो प्रचार कर सकता है, लेकिन जो इसकी आयोजक लोग हैं उन लोग उसकी नियमित समय रखे हैं. उस समय पर प्रचार को बंद करना बुद्धि कहलाती है. തമിഴ്നാട്ടിൽ ഒരു യോഗത്തിൽ ഞാൻ ചെന്നപ്പോൾ സംഘാടകനോട് ചോദിച്ചു, എപ്പോഴാണ് യോഗം തീരുന്നതെന്ന്. मैं तमिलनाडु में गया था. उस समय आयोजकों से पूछा कि सभा को कब समाप्त करनी है. അദ്ദേഹം പറഞ്ഞു, ആശീർവാദം പറയുമ്പോഴാണ് യോഗം തീരുന്നത്. और उसने कहा कि जब आशीर्वाद कहा जाता है तभी सभा समाप्त होती है. അദ്ദേഹത്തിന് അസിസ്റ്റന്റ് പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ ആശീർവാദം പറയുന്നത്. और तब मैंने उसके असिस्टेंट पास्टर से पूछा कि आप कब ये आशीर्वाद की वचन कहते हो. അദ്ദേഹം പറഞ്ഞു, യോഗം തീരുമ്പോഴാണ്. और उसने कहा कि जब सभा समाप्त होती है तब हम कहते हैं. രണ്ട് ചോദ്യങ്ങൾക്ക് രണ്ട് ഉത്തരം കിട്ടിയപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പരിജ്ഞാനം എനിക്ക് മനസ്സിലായി. और जब ये दो सवाल के लिए 2 जवाब जब मुझे मिला तब मुझे पता लगा कि इन लोगों की बुद्धि कितनी अच्छी है. എനിക്ക് ഇത്തിരി പരിജ്ഞാനം ഉള്ളതുകൊണ്ട് ഒരു സമയത്ത് ഞാനങ്ങ് നിർത്തി. और मुझे बुद्धि थी इसलिए मैंने एक समय में समाप्त कर दिया. പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും സാക്ഷിക്കുമ്പോഴും ദൈവമക്കളെ ജ്ഞാനവും പരിജ്ഞാനവും നമുക്കുണ്ടായിരിക്കട്ടെ. എത്ര പേർക്ക് മനസ്സിലായി? और कितने लोग समझ गए कि जब प्रार्थना करते वक्त, प्रचार करते वक्त हम लोगों को बुद्धि और ज्ञान होनी चाहिए. നിസ്തുലമായ യുണീക്ക് നോളജ് ആൻഡ് വിസ്ഡം ഉള്ള നിസ്തുല പ്രഭയായിരുന്നു സോളമൻ ദ ഗ്രേറ്റ്. और अतुल्य ज्ञान को रखने वाला महान था सुलेमान जो था. നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഫീബിൾ ക്രീച്ചേഴ്സ്, നികൃഷ്ട ജന്തുക്കളിൽ പോലും ജ്ഞാനം അവൻ കണ്ടെത്തി. और छोटे छोटे जो निकृष्ट जंतु थे उसके अंदर भी उसने ज्ञान को पाया. അതാ ഭിത്തിയിൽ കൂടെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന ചെറിയ ഉറുമ്പ് ആൻഡ് ചീട്ടി. और ये जो दीवार पर रेंगने वाली छोटी चींटी,
നാം ചോദിക്കുന്നത് എന്തിനാണ് ദൈവം ഈ ഉറുമ്പിനെ സൃഷ്ടിച്ചത്? और हम पूछेंगे कि चींटी को परमेश्वर ने क्यों ഈ बनाया, ഉറുമ്പ് വീട്ടിൽ കയറി വന്നിട്ട് താമസമാക്കിയിട്ട് എത്ര നാളായി? और ये चींटी घर में आकर अपना घर बसा लिया कितने दिन हो गए, 10 രൂപ ഹൗസ് റെന്റ് തരുന്നില്ല, और 10 रुपए भी घर भाड़ा नहीं देता, അതിന്റെ ഒരു മുട്ട എടുത്ത് വാട്ടാൻ കൊള്ളത്തില്ല, और उसका एक अंडा लेकर उबाल भी नहीं सकते हैं, ഗസ്റ്റ് വന്നാൽ ഒരു തോളം പാല് കറന്നൊരു ചായ ഇടാൻ കൊള്ളുകയില്ല, और एक मेहमान आ जाए तो दूध निकालने के लिए भी नहीं मिलता है, ആളുകൾക്ക് ഒരു തോരൻ ഉണ്ടാക്കാൻ കൊള്ളാമോ? ഉറുമ്പ് തോരൻ ആർക്ക് വേണം? और ये चटनी बनाने के लिए भी अच्छा नहीं रहता है, चींटी की चटनी, ഈ നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കാൻ കൊള്ളിയില്ല, और ये नॉन वेज बनाने के लिए भी अच्छा नहीं है, പിന്നെ എന്തിനു കൊള്ളാം? फिर किसके लिए अच्छा है, പഠിക്കാൻ കൊള്ളാം, പിന്നെ ഇറുക്കാൻ കൊള്ളാം, ട്രബിൾ ചെയ്യാൻ കൊള്ളാം. और ये परेशान करने के लिए, काटने के लिए अच्छा है, ഇതാണ് നിന്റെ നാച്ചുറൽ വിസ്ഡം. और ये तुम्हारी प्राकृतिक जो बुद्धि है. പക്ഷെ സോളമൻ രാജാവിന് വേറൊരു വ്യൂ പോയിന്റ് ആണ്. और लेकिन सुलेमान राजा के एक दूसरी दृष्टिकोण है. മടിയാ, നീ ഉറുമ്പിന്റെ അടുക്കൽ പോയി ബുദ്ധി പഠിക്ക്. हे आलसी, तू चींटी के पास जाकर बुद्धि को जान. അതിന്റെ സമയം കളയാതെ അത് പ്രയോജനപ്പെടുത്തുന്നു. Praise the Lord. अपनी समय को नहीं गवाता है वो. ഹല്ലേലൂയ. हालेलुया. അത് മറ്റേ കാര്യത്തിന് മുട്ടയ്ക്കും പാലിനും വെജിനും നോൺ വെജിറ്റേറിയനും തോരനും അല്ലതിനെ ഉണ്ടാക്കിയത്. യൂസ് യുവർ ടൈം പ്രോപ്പർലി. ഒരു മിനിറ്റ് പോലും നീ വെറുതെ കളയാൻ പാടില്ല. और वो अंडे के लिए, दूध के लिए और चटनी के लिए और नॉनवेज के लिए नहीं बनाया गया है. अपनी समय को नहीं गवाना, ये जानने के लिए ईश्वर ने उसको बनाया. അങ്ങനെ ഓരോ നിസ്സാര ജന്തുക്കളിലും ഡിവൈൻ വിസ്ഡം കണ്ടുപിടിച്ച മഹാനായിരുന്നു സോളമൻ രാജ. और ऐसे साधारण बातों में भी ईश्वरीय ज्ञान को देखने वाला था सुलेमान. അവന്റെ ദേഹത്ത് ഒരു ഈച്ച വന്നു പറ്റുന്നു. और उसके शरीर में एक मक्खी चमक. ഈച്ചയ്ക്ക് അറിഞ്ഞൂടാ ഇത് യുണീക്ക് വൈസ് മാൻ ആണെന്നൊന്നും. അത് പറന്നു നടന്ന കൂട്ടത്തിൽ ഇയാളെ കെട്ടി കയറിയാൻ പറ്റി. और ये उड़ रही थी और मक्खी को नहीं मालूम था कि एक इतनी बुद्धि को रखने वाला व्यक्ति है ये. ഒറ്റ അടി. और उसने उसको मार दिया और मर ഒറ്റ गया. അടിക്കത് ചത്തു വീണു. एक बार मारा और मर गया. നമ്മൾ ഈച്ച അടിച്ച് കൊല്ലുമ്പോൾ അത് താഴെ വീഴും. हम भी जब मक्खी को मारते हैं तो मर जाती है. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒന്നി കാല് അല്ലെ ചൂല്, രണ്ടിലൊന്നും മതി. കാലും കൊണ്ടൊരു തൊടി അല്ലെ ചൂലും കൊണ്ടൊരു തൊടി. या तो हम अपने पांव से नहीं तो झाड़ू से झाड़ कर उसको फेंक देते हैं. പിന്നെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും ഈ ഡെഡ് ഫ്ലൈയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. और ये मरी हुई मक्खी के बारे में एक क्षण भी हम लोग नहीं सोचते. അയ്യോ എന്റെ മൂക്ക് പഞ്ച് കയറ്റണ്ടേ, വേണ്ട, മുറച്ചൊരു കൊണ്ടുപോണ്ട, അതിന്റെ ഭാര്യയ്ക്ക് വിഡോ ഫണ്ട് ഉണ്ടാക്കണ്ട, അതിന്റെ മക്കൾക്ക് ഓർഫനേജ് ഉണ്ടാക്കണ്ട, और उसके बच्चों को अनाथ आश्रम और उसकी पत्नी को विधवाश्रम और इस प्रकार की उसको मोर्चरी वगैरह नहीं ले जाना पड़ता. അമ്മേനെ അതിന് പെട്ടി ഉണ്ടാക്കണ്ട, ബന്ധപ്പെട്ടവരെ ടെലിഗ്രാം ചെയ്യണ്ട. और उसके संबंधियों को टेलीग्राम भेजने का और कफन बनाने की कोई जरूरत नहीं है. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും ഡെഡ് ഫ്ലൈയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഒന്നി കാലും കൊണ്ട് തൊഴി അല്ലെ ചൂലും കൊണ്ട് തുടച്ചു. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ एक മൈൻഡ്. क्षण भी हम उसके बारे में नहीं सोचते. अपने पांव से उसको झटक देते हैं, नहीं तो झाड़ू से झाड़ कर फेंक देते हैं. എന്നാൽ ഡിവൈൻ വിസ്ഡം പ്രാപിച്ച സോളമന്റെ ദൃഷ്ടി ഈ ചത്ത ഈച്ചയിൽ പതിയാൻ തുടങ്ങി. और ये मरी हुई मक्खी पर ये ईश्वरीय ज्ञान को रखने वाला सुलेमान की ध्यान लगने लगा. നാളെ ഈ ഈച്ച പഴുത്തു വീർക്കും. और कल ये मक्खी पक जाएगी और फूलने लगेगी. അപ്പോൾ അത് നാറും. और वो सड़ने के बाद बस बदबू आएगी. ആ ബെപ്പുള്ള ചത്ത ഈച്ച പഴുത്തതിനെ സുഗന്ധമുള്ള ഒരു തൈലത്തിൽ ഇട്ടാൽ ആ ഒരു ഈച്ച കൊണ്ട് സുഗന്ധമുള്ള തൈലം മുഴുവൻ നാറും. और वो कहता है कि अगर वो जो सुगंध द्रव्य जो है उसके अंदर सुगंधित तेल के अंदर अगर ये मक्खी गिर जाए तो वो पूरी तेल को मरी हुई मक्खी बिगाड़ सकती है. അങ്ങനെയാണെങ്കിൽ അല്പഭോഷത്വം, ലിറ്റിൽ ഫൂളിഷ്നസ്, അനേക ജ്ഞാനങ്ങളെക്കാളും ഘനമേറുന്നില്ലേ? और ऐसा है तो छोटी सी जो मूर्खता है वो बड़ी ज्ञान को से भी बड़ा नहीं है क्या? ഒരു ചത്ത ഈച്ചയിലും ദിവ്യ ജ്ഞാനം കണ്ടുപിടിച്ച മഹാനാണ് സോളമൻ. एक मरी हुई मक्खी में भी ईश्वरीय ज्ञान को समझने वाला व्यक्ति था सुलेमान. ഇന്ന് രാത്രിയിൽ നമ്മുടെ വിഷയം അതാണ്, ഡെഡ് ഫ്ലൈ. और आज हमारा जो विषय वही है मरी हुई मक्खी. അതിനെ രണ്ട് പാർട്ടായിട്ട് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയാണ്. രണ്ട് പാർട്ടായിട്ട്. और उसको मैं दो भाग में उसको बांट रहा हूँ. പാർട്ട് നമ്പർ 1 और उसका पहला भाग dead flies that spoil the congregation as a whole. സമൂഹദ്രോഹികളായ ചത്ത ഈച്ചകൾ. और समूह को बिगाड़ने वाली मक्खी, मरी हुई मक्खी. പാർട്ട് നമ്പർ 2 और दूसरा भाग സ്വഭാവദ്രോഹികളായ ക്യാരക്ടർ സ്പോയിൽ ചെയ്യുന്ന ചത്ത ഈച്ചകൾ. और स्वभाव को बिगाड़ने वाली, चरित्र में को बिगाड़ने वाली मरी हुई मक्खी. റൈറ്റ്. അപ്പോൾ ഒന്ന് കോൺഗ്രിഗേഷനെ സ്പോയിൽ ചെയ്യുന്ന
ചത്ത ഈച്ചകൾ. അതാണ് ഒന്നാം ഭാഗം. और पहला भाग है वो समूह को बिगाड़ने वाली मरी हुई मक्खी. ദൈവസഭ ഒരു സുഗന്ധമുള്ള കൂട്ടമാണ്. और परमेश्वर की मंडली एक सुगंधित जगह है. അതിനൊരു കാരണം കൂടെ ഉണ്ട്. और उसका एक कारण भी है. അവരുടെ അരുമനാഥന്റെ നാമം പകർന്ന തൈലം പോലുള്ളതാണ്. और उसका परमेश्वर, उसका जो प्रभु है, उसका नाम जो है वो सुगंधित तेल के समान है. വായിച്ചേ മക്കളെ ഉത്തമഗീതം 1:3 Songs of Solomon chapter 1 and verse 3 please. നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ നിന്റെ നാമം പകർന്ന തൈലം പോലെ അത് സുഗന്ധ ഇത്രയ്ക്ക് സമാൻ ഹേ തേര നാം. तेरा नाम सुगंधित इत्र के समान, तेल के समान है. അതെന്തൊരു സൗരഭ്യമാണ്. സെന്റിന്റെയോ വാസ്ലൈന്റെയോ ക്രീമിന്റെയോ പോൺസ് പൗഡറിന്റെയോ കുട്ടിക്കുറയുടെയോ ഒന്നും സുഗന്ധമല്ല, അത് വിശുദ്ധിയുടെ സുഗന്ധമാണ്. और वो पवित्रताई का सुगंधित है. वो कुटिकुरा या किसी प्रकार के क्रीम या किसी जो सुगंधित वस्तु के खुशबू नहीं है. നമ്മുടെ കർത്താവിന്റെ നാമം പകർന്ന തൈലം പോലെയാണ് ദൈവമക്കളെ. प्रभु का जो नाम है वो उंडेला हुआ उस सुगंधित तेल. അവനെ പോലെ വിശുദ്ധിയുടെ സൗരഭ്യം പരത്തിയ രണ്ടാമതൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. उसके समान सुगंध को फैलाया हुआ एक दूसरा व्यक्ति इस पृथ्वी पर नहीं है. ലോകത്തിൽ അനേകം മതകർത്താക്കളുടെ ജീവചരിത്രം പരസ്യമായി വായിക്കാൻ കൊള്ളുകയില്ല. और कई धर्मों का जो स्थापक लोगों का जो जीवन चरित्र है उसको सरेआम हम नहीं पढ़ सकते हैं. ഏറ്റവും വലിയ കള്ളന്മാർ, അത്യാഗ്രഹികൾ, വ്യഭിചാരികൾ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ഇത്രയും വലിയ പാപം ചെയ്യാൻ ആളുകൾ കഴിഞ്ഞു. ഇവനാണ് എന്റെ ദേവൻ, സ്തുതി നമസ്കരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പാപം ചെയ്തവൻ ഏറ്റവും വലിയ ആരാധ്യ പുരുഷനായി തീരുന്നു. അതാണ് നമ്മുടെ ലോകത്തിന്റെ ഗതി വിശേഷാൽ. हमारी संसार का जो गत इस प्रकार है, सबसे ज्यादा जो हत्या करता है, अत्याचार करता है और व्यभिचार करता है, वो हमारा स्थापक बन जाता है और हम उसको पूजने लग जाते हैं. അവരുടെ മക്കളിലും ആ ദുർഗന്ധം പകരും. और उनके संतानों में भी वो दुर्गंध फैलने लगता है. അനേക മതകർത്താക്കൾ ഇന്ന് ഇല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और ऐसे कई धर्म के स्थापक आज नहीं है, इसलिए मैं परमेश्वर की स्तुति करता हूं. ഉണ്ടായിരുന്നെങ്കിൽ ജീവപര്യന്തം കഠിന തടവിന് അവരെ ജയിലിൽ ഇട്ടേനെ. और अगर वो होते तो आजीवन कारावास के लिए वो लायक बन जाते. എന്നാൽ നമ്മുടെ അരുമനാഥൻ ആ ലിസ്റ്റിൽപ്പെട്ടവനല്ല. लेकिन हमारा प्रभु उस सूची में पढ़ने वाला नहीं है. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. उसके समान और कोई भी व्यक्ति नहीं है. അവൻ പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേർപെട്ടവൻ. और वो पवित्र, निष्कलंक और पवित्र पापियों से प्रेम करने वाला है. 2 Corinthians 5:21 और दूसरा कुरिन्थी 5:21 में he knew no sin. वो पाप को न जाना. 1 Peter 2:22 और पहला पत्रस 2:22 में he did no sin. അവൻ പാപം ചെയ്തിട്ടില്ല. उसने पाप नहीं किया. 1 John 3:6 और पहला यूहन्ना 3:6 में അവനിൽ പാപമില്ല. उसमें पाप नहीं है. ഈ മൂന്ന് വാക്യങ്ങൾ ഞാൻ ഉദ്ധരിച്ചത് ക്രിസ്തുവിന്റെ ത്രികാല നിഷ്പാപാവസ്ഥ, പാസ്റ്റ് ടൈം, പ്രസന്റ് ടൈം, ഫ്യൂച്ചർ ടൈം. और ये मैं प्रभु यीशु मसीह का भविष्य, भूतकाल और वर्तमान के बारे में बताने के लिए. അനാദികാലം മുതൽ ബേത്ലഹേമിലെ ജനനം വരെ യേശു പാപം അറിഞ്ഞിരുന്നില്ല. अनादिकाल से बेतलहम के गौशाले तक यीशु ने पाप को नहीं जाना. ബേത്ലഹേം മുതൽ കാൽവരി വരെ യേശു പാപം ചെയ്തിരുന്നില്ല. और बेतलहम से उस कालवरी तक उसने पाप नहीं किया. പുനരുത്ഥാനം മുതൽ ഇനി പുനരാഗമനം വരെ അല്ല, നിത്യത വരെ അവനിൽ പാപമില്ല. और उसके पुनरुत्थान से लेकर दोबारा आगमन तक नहीं, अनंत काल तक उसमें कभी भी पाप नहीं है. പാപം അറിയാത്തവൻ, और जो पाप नहीं जानता है, പാപം ചെയ്യാത്തവൻ, पाप नहीं जो किया है, പാപമില്ലാത്തവൻ, और जिसमें पाप नहीं है പരമപരിശുദ്ധൻ, और परम पवित्र जो है, അവന് വാതുറന്ന് ഹല്ലേലൂയ പറഞ്ഞ നിനക്ക് എന്തോ अपने मुंह को खोलकर परमेश्वर को महिमा दे. Our Lord is not greedy for worship, he is worthy for worship. हमारा परमेश्वर आराधना के लालची नहीं है, वो आराधना के योग्य परमेश्वर എത്ര है. പേര് വിശ്വാസമുണ്ട്? कितने लोग विश्वास करते हैं? നിന്റെ കർത്താവ് ആരാധന കൊതിയനല്ല മക്കളെ, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. हमारा परमेश्वर आराधना का लालची नहीं है, वो आराधना के योग्य परमेश्वर है. അവനാണ് യോഗ്യൻ. और वो ही है योग्य, അവൻ മാത്രമാണ് और യോഗ്യൻ. वो सिर्फ योग्य है. ഭാരതം അറിയട്ടെ, भारत ये जानने पाए, ഇന്ത്യ അറിയട്ടെ, भारत ये जानने पाए, ഏഷ്യ അറിയട്ടെ, एशिया जानने पाए, ലോകം അറിയട്ടെ, संसार जानने पाए. ഭൂമിയിൽ ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രം. और पृथ्वी पर आराधना के योग्य सिर्फ यीशु है. ആരാധിക്കട്ടെ. सब लोग आराधना करें. അവന്റെ നാമം പകർന്ന തൈലം പോലെ. और उसका जो नाम है सुगंधित तेल के समान അവന്റെ है. നാമം പറ മക്കളെ, ദേശത്ത് സുഗന്ധം പരത്തുവാൻ യോഗ്യനാണ് യേശു. और इसके नाम को अपने
देश में फैलाए वो सुगंधित तेल के समान है അവന്റെ ശരീരമാണ് സഭ. और उसका शरीर है मंडली ആ സഭയിൽ ഈ സുഗന്ധം വരണം. और उसके शरीर में भी ये सुगंधित आना चाहिए. 2 Corinthians 2:15 വായിക്കുമ്പോൾ അത് മനസ്സിലാവും. और दूसरा कोरिन्थी 2:15 രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. हम मसीह के सुगंध हैं. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ കർത്താവിന്റെ നാമം സുഗന്ധമുള്ളതാണെങ്കിൽ നമ്മൾ സുഗന്ധമുള്ളവർ. अगर हमारा परमेश्वर का नाम सुगंध है तो हम भी सुगंध देने वाले हैं. സഹോദര, നിന്റെ മോനെ കണ്ടിട്ട് നിന്റെ കൂട്ടിരിക്കുന്നെന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. जब कहते हैं कि भाई तुम्हारा जो बच्चा है वो भी तुम्हारे समान है तो हमें कितना खुशी होती है. അമ്മയുടെ മുഖം നാട്ടി മോടെ മുഖത്ത് പതിപ്പിച്ച് വെച്ചിരിക്കുന്നു. അമ്മയ്ക്ക് എന്തൊരു സന്തോഷമാണ്. माँ बहुत खुश होती है जब बताते हैं कि आपकी बच्ची के मुंह पर आपका चेहरा एकदम छपा हुआ है. നിന്റെ മോനെ കണ്ടിട്ട് അയൽക്കാരന്റെ കൂട്ടിരിക്കുന്നല്ലോടാ എന്ന് പറഞ്ഞു നോക്ക്. आपसे बताएं कि आपका बेटा आपका पड़ोसी के समान है तब आपको कितना गुस्सा आता है. ഇതുപോലൊരു നാണക്കേടുണ്ട്. इससे बड़ा जो शर्मिंदा बात कहाँ. ജോയ് പാസ്റ്ററുടെ മോനെ ജോയ് പാസ്റ്റർ കൂട്ടിരിക്കുന്നു. വട്ട മുഖം വെട്ടിയെടുത്ത് ഒട്ടിച്ചു വെച്ചെന്ന് പറയുമ്പോൾ എനിക്കൊരു ഇഞ്ച് കൂടെ നീളം കൂടിയില്ലേ. और जब जॉय पास्टर का बेटा बेटे के उसका चेहरे के समान है, उसका जो गोल चेहरा उस पर छापा गया है, जब ऐसा कहते हैं तो मेरा लंबाई 1 और इंच बढ़ जाता है. തന്റെ കുഞ്ഞ് തന്നെ പോലെ ഇരിക്കുന്ന കാണുന്ന അപ്പച്ചന് ഇഷ്ടം. और पिताजी को पसंद है कि उसका बेटा अपने से दिखता है. हालेलुया. സ്വർഗത്തിലെ അപ്പച്ചന് ഏറ്റവും നിർബന്ധമാണ് പകർന്ന തൈലം പോലെ അവന്റെ നാമം പാരിൽ സൗരഭ്യം വീശുന്ന വിശുദ്ധിയുടെ സുഗന്ധമുള്ള അപ്പച്ചന്റെ ആ മുഖരൂപം, ആ സുഗന്ധം കമ്പനിയിൽ, ഓഫീസിൽ, ഫാക്ടറിയിൽ, സ്കൂളിൽ, കോളേജിൽ, ഹോസ്പിറ്റലിൽ, ഡ്യൂട്ടിയിൽ, എല്ലാ ഭാഗത്തും മക്കളെ ഈ 4 ഭിത്തിക്കകത്ത് കിടന്നുള്ള സുഗന്ധം പരത്തുമല്ല, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന് സൗരഭ്യവാസനാണെന്ന് പറയാൻ തന്റെ ഇടമുള്ള ദൈവമക്കളൊന്ന് സ്തുതിച്ച ദൈവത്തെ. हम सिर्फ इस 4 दीवार के अंदर नहीं लेकिन अपने फैक्ट्री, कॉलेज, अपने काम के स्थानों पर जहां हम रहते हैं वहां पर मसीह के सुगंध को फैलाने के लिए हम में हियाव होना चाहिए. ऐसा इच्छा सब लोग रखना चाहिए. ജെനസിസ് 23 ചാപ്റ്റർ നിങ്ങളത് തുറന്നു നോക്കുമ്പോൾ അബ്രഹാമിന്റെ ചരിത്രം കാണാം. और उत्पत्ति के 23वें अध्याय को आप खोलकर देखें, उसमें इब्राहिम के इतिहास को हम देखते हैं. തന്റെ ഭാര്യ മരിച്ചപ്പോൾ താൻ എഴുന്നേറ്റ് ചുറ്റുമുള്ള ഹീദൻസിനോട് പറഞ്ഞു, എന്റെ ഭാര്യ മരിച്ചുപോയി, അവളെ കുഴിച്ചിടാൻ ഒരു അല്പസ്ഥലം തരുമോ? ഐ എം എ പിൽഗ്രിം, ഐ എം എ സജേണർ ഇൻ യുവർ ലാൻഡ്. और वो उसकी जब पत्नी खत्म हो जाती है तो वो अपने पत्नी मर गई. उसकी पत्नी जब मर गई तब वो अपने गांव वालों से कहता है, मैं एक परदेशी हूँ, मैं एक मुसाफिर हूँ, मुझे अपनी पत्नी को गाड़ने के लिए एक जगह देना. ഉടനെ അവര് പറഞ്ഞു റിപ്ലൈ, യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. ബെടാ പ്രധാൻ, യു ആർ എ ബിഗ് പ്രിൻസ്, ഗ്രേറ്റ് പ്രിൻസ് among us. और वो लोग उसको कहते हैं, ऐसा ना कहना, तू हमारे बीच में प्रभुओं का राजकुमार जैसा. परदेशी, get out. അങ്ങനല്ല പറഞ്ഞു. वो लोग ऐसा नहीं बोले कि तू परदेशी है, निकल जा. യജമാനനെ, യു ആർ എ മൈറ്റി പ്രിൻസ് among us. മലയാള ഭാഷയിൽ മൈറ്റി എന്നുള്ള പദം തർജ്ജമ ചെയ്യാൻ മറന്നുപോയി. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭു എന്നേ മലയാളത്തിലുള്ളൂ. ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ ഹിയർ us O Lord, you are a mighty prince among us. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ശക്തനായ പ്രഭു എന്ന് സഭായോഗത്തിന് കൂടി ഒരു നല്ല സാക്ഷ്യം പറഞ്ഞത് ജാതികളാണ് സാക്ഷ്യം പറഞ്ഞത്. और एक गांव के लोग ये कहने पाए कि तू एक हमारे और दूसरे बाइबलों में लिखा है कि वो तू एक पराक्रमी प्रभु हमारे बीच में. ऐसा उसके मंडली के लोग नहीं, बाहर के लोग कहने पाए. നെറ്റിയിലതില്ല, വിസിറ്റിംഗ് കാർഡ് ഇല്ല, ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, ബിസിനസ് കാർഡ് ഇല്ല. എങ്കിലും ആ മനുഷ്യന്റെ ജീവിതം ദേശത്തെ സുഗന്ധം വരുത്തി കഴിഞ്ഞു. उसके माथे पर नहीं लिखा है, उसके विजिटिंग कार्ड में नहीं लिखा है, लेकिन उसके सारे गांव के लोग इस बात को गवाही देते हैं. ഒരു ദൈവദാസൻ നടന്നു പോകുമ്പോൾ ഒരു ധനികയായ സ്ത്രീ വാച്ച് ചെയ്തിട്ട് പറയുന്നു ഭർത്താവിനോട്, നമ്മുടെ വഴിയെ കൂടെ കൂടെ പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. और जब एक परमेश्वर का जन रास्ते से सफर करता है, उसको देखकर एक धनी स्त्री कहती है कि मेरा मन कहता है कि ये जो व्यक्ति जा रहा है वो परमेश्वर का भक्त है. രൂത്തിനെ നോക്കിക്കൊണ്ട് ബോവസ് പറയുന്നു, മകളെ നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് എന്റെ പട്ടണക്കാർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. और रूत को देखकर बोअस कहता है कि तू एक भली स्त्री है कर तेरे सारे गांव के लोगों को पता है. എന്റെ സഹോദര സഹോദരി, സഭായോഗത്തിന്റെ 4 ഭിത്തിക്കകത്ത്
സമയമില്ലെങ്കിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ സ്തോത്രം ഗ്ലോറി രണ്ട് അന്യഭാഷ്യം പറഞ്ഞൊരു സാക്ഷി പറഞ്ഞിച്ച് ഇരിക്കുന്നതിനല്ല വാല്യൂ. നീ ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ മക്കളെ, ഇപ്പം ജോലി ചെയ്യുന്ന ഓഫീസുണ്ടല്ലോ, കമ്പനി, ഫാക്ടറി, സ്കൂള്, കോളേജ്, പഠിക്കുന്ന കോളേജും ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലും ചുറ്റുമുള്ളവർ യേശുവിൻ്റെ സുഗന്ധം നിന്നിൽ ആസ്വദിച്ചെങ്കിൽ നീ വിജയിച്ചെന്ന് പറയുമ്പോൾ മനസ്സിലായവരുടെ കൈയൊന്ന് കാണട്ടെ. और मैं आपसे ये कहना चाहता हूँ कि आपके मंडली के लोग नहीं, आप जिस फैक्ट्री में, कंपनी में, जिस स्कूल, कॉलेज में आप काम करते हैं, वहाँ मसीह के सुगंध को अगर आप फैला पाते हैं तो आप धन्य हो गए. അങ്ങനെ സുഗന്ധം പരത്തുന്ന ഒരു കൂട്ടം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും സൗരഭ്യവാസനയാണ് ദൈവസഭ. और ऐसे नाश होने वालों के बीच में और छुटकारा पाने वालों के बीच में सुगंध फैलाने वाला एक झुंड है परमेश्वर की मंडली. പക്ഷേ ഇതിനകത്ത് ചില ചത്ത ഈച്ചകൾ കയറി വരും. लेकिन इसके अंदर कुछ मरी हुई मक्खियां आ जाती हैं. എങ്ങനെയോ ഇതിനകത്ത് വീഴുക. वो कैसे? तो इसके अंदर आ जाते हैं. സ്വീറ്റ് ആൻഡ് സ്വീറ്റ് സ്മെല്ലിംഗ് ഓയിൻമെന്റ്, അതിൽ നിന്ന് ബദ്ബൂ ദുർഗന്ധം ഉണ്ടാകുവാണ്. और ये अच्छी खुशबू आने वाली इस वस्तु के अंदर से फिर बदबू आने लग जाती है. അതാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് 5:6. और वो है पहला कुरिन्थी 5 उसका 6. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നില്ലേ? थोड़ा सा खमीर सारे आटा को खमीर कर देता है. നെക്സ്റ്റ് ഹീബ്രൂസ് 12:15 और इब्रानी 12:15 में ഒരു കടുവാ ഒരു കയ്പ് വേര് കൊണ്ട് അനേകർ മലിനപ്പെടുന്നു. और एक कड़ुआ जड़ से सारे लोग बिगड़ जाते हैं. മനസ്സിലായോ നിങ്ങൾക്ക്? आपको समझ में आया? ഒരൊറ്റ ആഖാൻ സഹോദരൻ മതി യുദ്ധം മുഴുവൻ പരാജയപ്പെടും. और एक आखान भाई काफी है कि हम युद्ध को हार जाएं. ഒരു മിരിയാം സഹോദരി മതി ദൈവജനത്തിന്റെ യാത്ര 7 ദിവസം മുടക്കിക്കളയും. एक मिरियम बहन काफी है कि परमेश्वर के लोगों का सफर 7 दिन के लिए रुक जाता है. ഒരു വഴിതെറ്റിയ യോന മതി കപ്പലിനെ മുഴുവൻ മുക്കുവാൻ. एक रास्ता बहका हुआ योना काफी है वो जहाज डूबने के लिए. ഒരു യോന കൊണ്ട് കപ്പൽ മുഴുവൻ മുങ്ങുമെങ്കിൽ, और अगर एक योना से सारी जहाज डूब सकती है तो ഒരു മിരിയാമിനെ കൊണ്ട് 7 ദിവസം യാത്ര മൊത്തം മുടക്കുമെങ്കിൽ, अगर एक मिरियम से अगर 7 दिन का सफर रुक जाएगा तो ആഖാൻ മൂലമായി യുദ്ധം മുഴുവൻ പരാജയപ്പെടുമെങ്കിൽ, एक आखान के कारण अगर सारा युद्ध अगर हार जाए तो ഒരു കയ്പ് വേര് കൊണ്ട് അനേകർ മലിനപ്പെടുമെങ്കിൽ, एक कड़ुआ जड़ से सारे लोग अगर बिगड़ जाए तो ഒരു പാപി അനേക നന്മ നശിപ്പിക്കുമെന്ന് എക്ലീസിയാസ്റ്റ് 9th ലാസ്റ്റിൽ തന്നെ ഉണ്ട്. ഒരു പാപി കൊണ്ട് നന്മ മൊത്തം നശിക്കുമെങ്കിൽ, और एक पापी से सारा भलाई रुक जाता है. सबोपदेशक 9 के अंतिम भाग में लिखा അത് है. കഴിഞ്ഞിട്ടാണ് 10:1 പറയുന്നത് ഒരു ചത്ത ഈച്ച കൊണ്ട് തൈലം മുഴുവൻ. और उसके बाद उसके 10 का पहले वचन में कहता है एक मरी हुई मक्खी सारी तेल को सड़ने लग जाता है. സഹോദരാ സഹോദരി, ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ട്? നിന്റെ സഭയെ നശിപ്പിക്കുന്ന ഒരു ചത്ത ഈച്ചയോ ഞാൻ തീരില്ലേ? സുഗന്ധം കെടുത്തുന്ന വഴി പിഴച്ച 1 or 2 ഒരു ലോക്കൽ ചർച്ച കയറിയാൽ മതി. വഴി പിഴച്ചത് 1 or 2 കയറിയാൽ മതി. പാസ്റ്ററെ നിന്റെ കഷ്ടകാലം, കമ്മിറ്റിയെ നിന്റെ നാശകാലം, പൊതുസഭയെ നിന്റെ അനാരോഗ്യകാലം, 1 or 2 പിഴച്ചതിന് മെമ്പർഷിപ്പ് കൊടുത്താൽ മതി. और ये जो सड़े हुए 1 या 2 जन से मंडली के लिए बहुत परेशानी हो जाती है, उसमें बदबू आने लगती है. पास्टर साहब आपके लिए बहुत बड़ा संकट हो जाता है. യഹോവ നട്ട ചന്ദന വൃക്ഷങ്ങൾ, അഗർ വൃക്ഷം എന്നാണ് ദൈവസഭയെ കുറിച്ച് നമ്പേഴ്സ് 24:6 എഴുതിയിരിക്കുന്നത്. और गिनती की पुस्तक 24 उसके 6 में कहता है वो അഗർ വൃക്ഷ जो परमेश्वर ने लगाया, अगर का जो वृक्ष जो परमेश्वर ने लगाया ആ ചന്ദന വൃക്ഷത്തെ വെട്ടും തോറും വെട്ടുന്ന കോടാലിയുടെ വായ്ത്തല കൂടെ മണപ്പിക്കുന്നതായിരിക്കും. और उसको काटने के लिए जो कुल्हाड़ी उपयोग किया जाता है, जितने बार उसको ठोकते हैं उतना उसके खुशबू कुल्हाड़ी में भी खुशबू लगता आता है. ദോഷത്തിന് പകരം ദോഷമല്ല, बुराई के बदले बुराई नहीं. ആമേൻ. ശകാരത്തിന് പകരം ശകാരമല്ല, और परेशानी के बदले में परेशानी नहीं. डांट के बदले डांट नहीं. എന്നാൽ ആമേൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരുണ്ട്. അടിക്കും തോറും സുഗന്ധം പരത്തുന്നവരാണ് ദൈവം. और आशीष के लिए बुलाए गए हैं, इसलिए जितने मारते हैं उतना ज्यादा खुशबू छूटता ആ है. പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? वो गाना आपको मालूम है क्या? പകർന്ന തൈലം പോൽ നിന്നാമ കയ്യൊന്നടിച്ചേ. പാരിൽ സൗരഭ്യം വീശുന്നതാൽ പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴി ദുഷി
ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനേ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. എന്റെ സന്ദേശത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. मेरे संदेश का पहला भाग यहाँ पर समाप्त होता है. ദൈവസഭ സുഗന്ധമുള്ള ഒരു കൂട്ടമാണ്. और परमेश्वर की मंडली सुगंधित लोगों का एक झुंड है. സഭയുടെ നാഥൻ പകർന്ന തൈലം പോലെ സുഗന്ധമുള്ളവനാണ്. और उसका जो प्रभु है वो सुगंध देने वाला है. സഭയുടെ സാക്ഷ്യം കെടുത്തി നാറ്റം സഭയ്ക്ക് ഉണ്ടാക്കാൻ വഴി പിഴച്ച് ഒരുത്തനോ ഒരുത്തിയോ രണ്ടുപേരോ രണ്ട് യുവതികളോ യുവാക്കന്മാരോ മാത്രം മതി ദൈവസഭയുടെ സുഗന്ധം മുഴുവൻ കെടുത്തുവാൻ ചത്ത ഈച്ച തൈലം മുഴുവൻ നാറ്റിക്കളയും. और दो भाई या दो बहन काफी है उस मंडली के सुगंध को बिगाड़ने के लिए, उसको फिजूल करने के लिए. ഇനിയും പാർട്ട് നമ്പർ 2 സ്വഭാവത്തെ നശിപ്പിക്കുന്ന ചത്ത ഈച്ചകൾ. और मैं दूसरा भाग चरित्र को बिगाड़ने वाली मरी हुई मक्खी. എന്താണ് സഭാപ്രസംഗി 10:1 സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വായിച്ചത്? और सभोपदेशक 10 के दूसरे भाग में हम क्या देखते हैं? അല്പ ഭോഷത്വം, ലിറ്റിൽ ഫൂളിഷ്നെസ്, നല്ല സ്വഭാവികളായ ആളുകളിലെ ചുരുങ്ങിയ ചില വിവരക്കേടുകൾ, ഭോഷത്വമാണ് ചത്ത ഈച്ച, ഫൂളിഷ്നെസ്. और ये जो थोड़ी सी मूर्खता है, बुद्धि की जो मूर्खता है, वो ये मरी हुई मक्खी है. ആമേൻ. അതിൽ ഒന്ന് എക്ലീസിയാസ്റ്റിക്സ് 7:9 7-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു. और उसके लिए हम देखेंगे सभोपदेशक 7वां अध्याय उसका पहला वचन. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മാറിലല്ലോ നീരസം വസിക്കുന്നത്. ഇത് വായിക്കാമോ? अच्छा नाम अनमोल इत्र से और मृत्यु 7:9 7 का 9 अपने मन में उतावली से क्रोधित न हो, क्योंकि क्रोध मूर्खों ही हृदय में रहता है. മൂഢന്റെ ലക്ഷണമാണ് മുൻകോപം. അതാ ചിലരുടെ ജീവിതത്തിൽ ചത്ത ഈച്ച. ये जो क्रोध है वो ജൽദി ക്രോധ करने का आदत. वो जो जल्दी क्रोध करने की जो आदत है वो इसका लक्षण बना. അത് തന്നെ Proverbs 14:29 നോക്കിയേ. और नीति वचन 14 ഉന്നതി उसका 29 14th chapter 29th verse സദൃശവാക്യം 14:29. जो विलंब से क्रोध करने वाला है वह बड़ा समझ वाला है. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. 14:29 ആണോ? Proverbs 14:29. ദീർഘക്ഷമയുള്ളവൻ ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. മുൻകോപിയ ഭോഷത്വം എങ്ങനെ ഹിന്ദിയിൽ? परंतु जो अधीर है वो मूढ़ता से बढ़ती करता है. മനസ്സിലായോ? ചിലരുടെ ജീവിതത്തിലെ ചെത്ത ഈച്ച എന്ന് പറയുന്നത് ഷോർട്ട് ടെമ്പർ ആയി പോവുക, പെട്ടെന്ന് കോപിക്കുക. और कुछ लोगों के जो मरी हुई मक्खी है वो जल्दी से गुस्सा हो जाता है. ബാക്കി എല്ലാ നല്ല ക്വാളിറ്റിയും അവർക്ക് സഭയിൽ ഉണ്ടായിരിക്കും. और मंडली के अंदर उनके सारे अच्छे गुण होते हैं. നല്ലോണം പല്ലുതേക്കും, നല്ലോണം കുളിക്കും, अच्छे से मंजन करते हैं, अच्छे से नहाते हैं, നല്ലതുപോലെ ഡ്രസ് ചെയ്ത് വരും, अच्छे से वस्त्र पहनकर आते हैं. എല്ലാവരും വരുന്നതിനേക്കാൾ മുമ്പേ തന്നെ യോഗത്തിന് വന്ന് കസേര പിടിച്ചിടും, ഇവിടെ ഡെറി പിടിച്ചിടും. പാസ്റ്റർക്ക് ഒരു വലിയ ഹെൽപ്പാണ് അവർ. വാസ്തവത്തിൽ ദശാംശം നന്നായിട്ട് കൊടുക്കും. ബെസ്റ്റ് ക്യാരക്ടർ. और अपने चरित्र में वो अच्छा है, सबके आने के पहले आता है और आकर वो दरी बिछाता है और पादरी साहब के लिए बहुत सहायक है वो. പക്ഷെ ആരും അവരെ വിമർശിക്കരുത്, ക്രിട്ടിസൈസ്. लेकिन कोई उसकी टिप्पणी ना करे. ആമേൻ. അങ്ങനായോൽ അവർ പത്തിയെടുക്കും. അപ്പോഴാ പിന്നെ और वो अगर उसकी कोई टिप्पणी कर दे तो अपनी फन को उठा लेता പിന്നെ है. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, യവൻ നല്ലവനല്ലോ, യവന്റെ ദയ എന്നേക്കുമുള്ളത്, और യവൻ उसके बारे में നല്ലവനല്ലോ, हमेशा അവളുടെ ദയ എന്നേക്കുമുള്ളത്. ഇങ്ങനെ തിരുമാവും, ഇങ്ങനെ തിരുമിയാൽ ഭയങ്കര ദേഷ്യം. और उसको हमेशा ऐसे रगड़ते रहना पड़ेगा कि वो भला है, उसकी वो हमेशा अच्छा है करके कहना पड़ेगा. अगर उल्टा बोले तो वो फन उठाता है. വളരെയധികമായ ആളുകളെ നശിപ്പിക്കുന്നതാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന അനേകർക്കും സഭയിൽ തുടരാൻ വയ്യാതെ പോകുന്നതും ഈ മുൻകോപം, ക്ഷമയില്ലായ്മ, അസഹനീയത, ഇൻടോളറൻസ്, ടോളറേറ്റ് ചെയ്യാൻ കഴിവില്ല, പെട്ടെന്നുള്ള ദേഷ്യം. और ये जो असहनशीलता है और जो फट से गुस्सा होते हैं, ये जो आदत कई बार मंडली के अंदर काफी समस्या को पैदा करती है. ജീവപര്യന്തം കഠിന തടവിന് വിധിച്ചു കിടക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾക്ക് ഇതായിരുന്നു അസുഖം. പെട്ടെന്ന് ദേഷ്യം വന്നു, എന്തോ പെട്ടെന്ന് കാട്ടി. ആ ഷോർട്ട് ടെമ്പറിൽ ചെയ്ത അതായ
ചില കാര്യങ്ങളാണ് അവരെ ജയിലിലാക്കിയിരിക്കുന്നത്. और ये जो आजीवन कारावास में जो सैकड़ों पड़े हैं उनमें से कईयों का कारण ये है कि वो अचानक उस झटके में वो लोग गुस्सा हो जाते हैं और कुछ कर बैठते हैं. ലോക ചരിത്രത്തിൽ ആദ്യം കോപിച്ച മനുഷ്യനെ നിങ്ങൾക്കറിയാമോ? संसार के इतिहास में पहला गुस्सा किया हुआ व्यक्ति को आप जानते हैं? 34 കയീന്റെ കോപമല്ലേ? और उत्पत्ति 4 अध्याय में कैन की जो गुस्सा है നരകയാത്ര ഇനാഗുറേറ്റ് ചെയ്ത മനുഷ്യനാണ്. और नरक के सफर को उद्घाटन करने वाला है. നരകത്തിലേക്ക് പോകേണ്ടി വന്നു, കോപമാണ് ആദ്യം. और वो नरक में उसको जाना पड़ा क्योंकि उसको गुस्सा आया. ജനസിസ് 34th ചാപ്റ്ററിലെ കോപം അറിയാമോ? और उत्पत्ति उसके 34वें अध्याय का गुस्सा आपको मालूम है? ദീനാമ്മ എന്ന ഒരു സഹോദരിയുടെ പേരിൽ ആങ്ങളമാര് ചെയ്ത കോപം, കാണിച്ച കോപം. और दीना नाम की बहन के नाम पर उसके भाई लोगों ने जो गुस्सा दिखाया था. ഇന്നസെന്റ് ആയിട്ടുള്ള സൈക്കിളോ ചെറുപ്പക്കാരെ അരിഞ്ഞരിഞ്ഞ് രക്തം പുഴ പോലെ ഒഴിക്കേണ്ട കാരണം എന്താ? അവർക്ക് കോപം ഉണ്ടായിപ്പോയി. और जो बिना किसी दोष के कई लोगों का, सैकड़ों लोगों का काट कर उनके खून को नदी समान बहा दिया. ജനസിസ് 49th ചാപ്റ്ററിൽ അപ്പൻ അവരെ ശപിക്കുന്നു. और 39वें अध्याय उत्पत्ति में उनका पिताजी उनको श्राप देता है. ശിമയോനും ലേവിയും സഹോദരന്മാർ, और शिमोन और लेवी और उसके भाई लोग, അവരുടെ കഠിന കോപം ശപിക്കപ്പെട്ടത്. और उनका जो भयानक गुस्सा है वो श्रापित है. എന്റെ ഉള്ളമേ, അവര് നടത്തുന്ന സഭായോഗത്തിൽ പോകല്ലേ, ഹേ അവരുടെ മന്ത്രണത്തിൽ പങ്കുചേരരുതേ. ശാപം ഏറ്റുവാങ്ങി കോപം. है मेरे मन, उनके आराधनाओं में मत जाया करना. उन लोगों ने श्राप को स्वीकार किया. ശൗലിന്റെ കോപം ദാവീദിനെതിരെ കുന്തം ചാണ്ടുകയാണ്. और शाऊल का जो गुस्सा है वो दाऊद के खिलाफ में भाला उठाता है. അവന്റെ കഴുത്ത് പോയി ഒരു സ്ഥലത്ത്, ഉടൽ വേറെ സ്ഥലത്ത്, ആയുധവർഗം വേറെ സ്ഥലത്ത്. ട്രാജഡി എന്താ മക്കളെ? ഉറഞ്ഞു പറയുന്ന കോപം ശൗലിന്റെ. और शाऊल को जो गुस्से के कारण उसका सर एक जगह चला गया, उसके जो अस्त्र थे वो दूसरे जगह पर, उसका धड़ और एक जगह पर चला गया गुस्सा के कारण. കയ്യിന്റെ കോപം, कैन का गुस्सा, ശിമയോൻ ലേവിയുടെ കോപം, शिमोन और लेवी की गुस्सा, ശൗലിന്റെ കോപം. शाऊल की गुस्सा. ഇങ്ങനെ കോപിച്ച് അനേകർ നശിച്ചുപോയി. और ऐसे गुस्सा करने वाले कई लोग नाश हो गए. ആങ്കറിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്കറിയാമോ മക്കളെ? ANGER. और ये गुस्से का स्पेलिंग आप लोगों को मालूम है? ANGER. അതിന്റെ അറ്റത്തൊരു ഡി മിലാദോ, DANGER. और उसके आगे अगर आप एक डी लगा दे तो क्या बन जाएगा वो? बोलिए. एंगर इज द क्लोजेस्ट फ्रेंड ऑफ जहां लाइफ बॉय, वहां तंदुरुस्ती, जहां गुस्सा, वहां खतरा. और वो जहाँ पर गुस्सा है എവിടെ കോപമുണ്ടോ അവിടെ അപകടമുണ്ട്. और जहाँ पर गुस्सा होता है वहाँ खतरा होता है. ആർക്കെങ്കിലും അസഹനീയമായ കോപം വരികയാണെങ്കിൽ, अगर किसी को भयानक गुस्सा आता है ബ്ലഡ് അങ്ങ് ബോയിൽ ചെയ്യുവാണെങ്കിൽ, और उनका खून खौलता है तो പെട്ടെന്നൊരു മെഡിസിൻ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാം. अब मैं एक दवा आपको बताऊंगा. അത് നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണം. आप अगर अगली बार उसको अपने व्यवहारिक जीवन में लाएं ഏതെങ്കിലും ഒരു വണ്ടി പിടിച്ച് നെക്സ്റ്റ് സെമിത്തേരിയിലോട്ട് പോയച്ചാൽ മതി. और आप एक गाड़ी पकड़कर पास वाले शमशान घाट चले जाओ അവിടെ നിന്നുകൊണ്ട് ഒരു സങ്കീർത്തനം പാടണം. और वहाँ खड़े होकर एक भजन संहिता को गाना 3 വട്ടം 133 സങ്കീർത്തനം ചൊല്ലണം. और 3 बार 133 भजन संहिता को बोलना. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് കിടക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. देखो भाई लोग एक साथ जहाँ पड़े हैं वो कितना अच्छा और भला होता है. ഞാനും അധികം താമസിയാതെ ഇവരുടെ കൂടെ കിടക്കേണ്ടവനാകുന്നു, കിടക്കേണ്ടവളാകുന്നു. मैं भी कुछ दिनों के अंदर इनके साथ पढ़ने वाला हूँ. 3 വട്ടം ചൊല്ലു മക്കളെ, നിന്റെ ഗുസ്സ അവിടെ തന്നെ 3 बार बोलो और आपका गुस्सा निकल जाएगा. അല്ലെ പരീക്ഷിച്ച് നോക്ക് മക്കളെ, നിന്റെ കോപം മാറ്റാൻ നിനക്ക് ഉടനെ വണ്ടി കിട്ടിയില്ലെങ്കിൽ കണ്ണടച്ച് സെമിത്തേരിയെ കണ്ടാലും മതി. ദൈവത്തെ സ്തുതിക്കാമോ? और आपको ये एक अच्छा नुस्खा है. अगर आपको पता नहीं लगा तो अगर जाने को गाड़ी नहीं मिला तो आंख बंद करके शमशान घाट के बारे में सोचकर ये बात को करना. കോപിച്ചാൽ പാപം ചെയ്യരുത്. और क्रोध करके पाप न करना. 44 വർഷമായി ഞാൻ സഭകളിൽ ശുശ്രൂഷിച്ചു വരികയാണ്. 44 साल से मैं मंडलियों में सेवकाई कर रहा हूँ ധാരാളം പ്രോബ്ലംസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. और कई सारे समस्याओं को मैंने सामना किया है. സാധാരണ പറയപ്പെടുന്ന ഒറ്റപ്പാപം ഒരുത്തരും ഒരുത്തിയും സമ്മതിച്ച് കേട്ടിട്ടില്ല. और जैसा कहा जाता है कि एक पाप एक आदमी में कभी नहीं होता है कभी मानता नहीं अपने गलती को, और वो अपनी गलती नहीं मानता है. ना ഒരു गलती मानता है. और एक गलती लेकिन मानता है. അതാണ് ഈ മുൻകോപം. और ये है गुस्सा. മറ്റൊരു പാപം ഞാൻ അറിഞ്ഞതേ ഇല്ല, ഞാൻ കണ്ടതേ ഇല്ല, തിന്ന് വാ തുടച്ചിട്ട് ഞാൻ അതേ പോയതേ ഇല്ലെന്ന് പറയുന്ന പോലെ അതുപോലെ എല്ലാം ഡിലേ ചെയ്യും. പക്ഷെ പാസ്റ്റർ ഈ കോപം എൻ്റെ എനിക്കത് എന്തോ ചെയ്യാൻ എൻ്റെ ചെറുപ്പത്തിലുണ്ട്. കാരണം എൻ്റെ അമ്മയ്ക്കും അതുണ്ട്, എൻ്റെ അപ്പനും അതുണ്ട്, എൻ്റെ വലിയപ്പനും ഉണ്ട്, ഇപ്പം അമ്മയ്ക്കും ഉണ്ട്. और जैसे खाने के बाद मुंह पोंछने के बाद कहता है मैंने खाया ही नहीं, ऐसा बाकी सारे गलतियों को नकार देता
देते हैं, लेकिन गुस्सा के बारे में जब कहते हैं तो कहते हैं मेरे पिताजी को था, मेरे उसको था, मेरे इसको था, और अब मेरे सास को भी है। അങ്ങനെ പരമ്പരാഗതമായിട്ട് ഒഴുകി വരുവാ ഭാഷ. और ऐसे पीढ़ी दर पीढ़ी वो हम में आ रहा है. ആ മുൻകോപിയെ പിന്നെ പോലീസ് ഒന്ന് പിടിച്ചാട്ട് റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തതിന് അവിടെ നിർത്തറാന്ന് പറയുമ്പോൾ, और जब लाल बत्ती को क्रॉस करने के लिए पुलिस वाला कहता है कि बाजू लगा, അപ്പൊ ആ റെഡ് ലൈറ്റില് അവൻ ആ സൈഡിലോട്ട് നിർത്തിയിട്ട് ഡോറ് തുറന്ന് പോലീസിനുണ്ട് അടി കൊടുത്തേച്ച്, അയ്യോ സാറേ ഇതെന്റെ അപ്പനും ഉണ്ട് അമ്മായിയമ്മയ്ക്ക് ഉണ്ടെന്ന് എന്താന്ന് പറയാം. और क्यों नहीं बोलता है कि पुलिस वाला जो बाजू में खड़ा किया उसको मुंह पे झापड़ मारने के बाद कहता है ये जो गुस्सा है मेरे पिताजी को और उसके दादा को, नाना को, सबको है. എർജിനെ വാലെ സിംഗ് മേമിന ഹോ ഗയാ സർ. സർ മാഫ് കർണ മാഫ് കർണ മാഫ് കർണ. മുൻകോപിയേ നിന്റെ കോപം എവിടെ പോയടാ? നിനക്കറിയാം ഇത് ജനറൽ ബോഡി ചെലവാകും, ഇവിടെ ചെലവാകത്തില്ല. आपको मालूम है आपके स्वभाव में आप ये चला सकते हैं. നിനക്കറിയാം ഇത് ഉപദേശയുടെ അടുത്ത് ചെലവാകും, നിന്റെ ഭാര്യയുടെ അടുത്ത് ചെലവാകും, മജിസ്ട്രേറ്റിന്റെ അടുത്തും ജഡ്ജിന്റെ അടുത്തും പോലീസിന്റെ അടുത്തും ഇങ്ങനെ കാന്തേക്കുയേ നിൽക്കാൻ. കാരണം മുൻകോപികൾക്കറിയാം ഏത് മാർക്കറ്റിൽ ഇതൊക്കെ ചെലവാകാം. आप अपने पासबान के सामने, अपनी पत्नी के सामने, अपने मंडली के लोगों के सामने आप गुस्सा दिखाते हैं, लेकिन जज के सामने, पुलिस वाले के सामने आप गुस्सा नहीं दिखाते हैं, क्योंकि आपको गुस्सा जो करते हैं उनको मालूम है कौन से बाजार में ये बिक सकता है. ബൈബിൾ പറയുന്നു, बाइबल कहती है ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. जो सहन शक्ति रखता है वो बुद्धिमान है. സഹിക്കൂ സഹിക്കൂ, ക്ഷമിക്കൂ ക്ഷമിക്കൂ. forget forgive forget forgive. നീ എത്രയും ദീർഘശ്വാസം പിടിച്ച് ദീർഘക്ഷമയുണ്ടോ അത്രയും ശ്വാസം പിടിച്ച് മഹാബുദ്ധിമാൻ. എത്രയും ക്ഷമിക്കുമോ മക്കളെ അത്രയും നീ ബുദ്ധിശാലിയാണ്. ആ ചത്ത ഈച്ച ഇന്ന് രാത്രി നീക്കാൻ നിനക്ക് കർത്താവിന്റെ ആത്മാവ് നിന്നെ സഹായിക്കട്ടെ. forget and forgive character എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവത്തിന് സ്തോത്രം. आप में से कितने लोग इच्छा रखते हैं कि आप भूल जाएं, माफ करें, भूल जाएं, माफ करें, और जितना आप श्वास ले सकते हैं उतना लंबा आप सहन करें तो उतनी महान आप बुद्धिमान भी बन ഈ जाएंगे. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മറ്റുള്ള വണ്ടിക്കാർ കൂടെ പോകാൻ സമയം കൊടുക്കുക. ये जो गाड़ी जब चलाते हैं तो दूसरे गाड़ी वाले जो पीछे आते हैं उनको जगह दो. അല്പമൊക്കെ ഒന്ന് ഒഴിച്ചും അതെ സിഗ്നലൊക്കെ ഒന്ന് കീപ്പ് ചെയ്തൊക്കെ പോ. അധികം ഈ ഡ്രൈവിംഗിൽ പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ടല്ലേ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് കൂടി വരുന്നത്. और ये जो गाड़ी जब चलाते हैं उस समय सहनशील नहीं होने के कारण अस्पताल में बहुत सारे पेशेंट बनते जा रहे हैं. വിവരമുള്ളവർക്ക് ഞാൻ എന്തോ പറഞ്ഞെന്ന് മനസ്സിലായി. आप पे जो बुद्धिमान है वो समझ गया कि मैंने क्या बताया था. Less patience in the driving will bring more patients in the hospital now. और जब गाड़ी चलाते वक्त अगर कम सहनशीलता रही तो अस्पताल में ज्यादा पेशेंट आते हैं. അതുകൊണ്ട് സകല സഹോദരന്മാരും സഹോദരിമാരും ഇന്ന് രാത്രി ചത്ത ഈച്ചയെ മാറ്റാം. ദീർഘക്ഷമ ഉണ്ടായിരിക്കട്ടെ. forget and forgive. താല്പര്യമുള്ള ഒരു സ്തോത്രം പറയാമോ? आज सभी भाई लोग उसको भूलें और माफ करें और ऐसी आदत को अपने मरी हुई मक्खी को निकालें. രണ്ടാമത് Proverbs 7th chapter 7 to 9 സദൃശവാക്യങ്ങൾ 7ാം അധ്യായം 7 മുതൽ 9 വരെ ഒന്ന് വായിച്ചേ. और नीति वचन उसका 7वां अध्याय उसका 7 से 10 तक के वचन हम पढ़ेंगे. ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. റൈറ്റ്. യവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീടിന്റെ കോണിനരികെ വീതിയിൽ കൂടെ കടന്ന് അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. ബാക്കി വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇതാ ഒരു മൂഢനായ മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ ഞാൻ വായിക്കും. एक निर्बुद्धि जवान वहां पर चल कर जाता है. അവിടെ ഈച്ച പറ്റിയവൻ, നിർബുദ്ധി എന്ന് പറഞ്ഞാണല്ലോ ഡെഡ് ഫ്ലൈ, പോഷത്തിൽ അവന് രാത്രിയിലാണ് യാത്ര ചെയ്യാൻ സമയം തിരഞ്ഞെടുത്തു. ये जो सूखी हुई मरी हुई मक्खी है वो जो निर्बुद्धि जवान है वो रात में चलने को निकलता है. ആകാശത്ത് സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രജാലങ്ങളില്ല. और आकाश में सूरज नहीं है, चांद नहीं है और तारागण नहीं है. പ്രോവർബ്സ് എഴുതുന്ന കാലത്ത് ഇലക്ട്രിഫിക്കേഷൻ ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. और जब नीति वचन लिखा गया उस समय बिजली नहीं है और स्ट्रीट में बत्तियां नहीं होती, കൈവിളക്കുകളില്ല, और हाथ में बत्तियां नहीं है, ടോർച്ച് ഇല്ല, टॉर्च नहीं है, ബിൽക്കുൽ അന്ധകാരമാണ്, ഇരുട്ടും അന്ധകാരമുള്ള രാത്രിയാണ്. और एकदम अंधेरा एक रात है. ഒരു സ്ത്രീയുടെ വീട് ലക്ഷ്യമാക്കി അവൻ പോവുകയാണ്. और एक स्त्री के घर की ओर वो चलता है. അവന്റെ ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീയുടെ വീട്ടിലോട്ട് അവൾ പോകുക. एक ऐसी स्त्री जो उसकी पत्नी नहीं है, പക്ഷെ അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെന്ന് ചേരുന്നു. लेकिन वो जो जगह सोचा था वहां पहुंच जाता है. അവന് വഴിതെറ്റി. ഇത്രയും കൂരിട്ടാണെങ്കിലും ടോർച്ച് ഇല്ലെങ്കിലും മുപ്പത്തി അഗർബത്തി ഒന്നുമില്ലെങ്കിലും അവന്റെ വഴി തെറ്റുന്നില്ല. और उसके पास बत्ती और रोशनी नहीं है फिर भी उसका रास्ता वो नहीं भटकता. അവന്റെ
കാലെ മുള്ളും കൊള്ളുന്നില്ല, उसके पाँव में कांटे भी नहीं लगते हैं, അവന്റെ കാലെ കുപ്പിച്ചെല്ലും കൊള്ളുന്നില്ല, उसके पाँव में कांच के टुकड़े भी नहीं लगते ഒരു हैं, പാമ്പും പട്ടി അവനെ കടിക്കുന്നുമില്ല. कोई सांप और कुत्ते भी उसको नहीं काटते ഞാൻ हैं। വിചാരിക്കുന്ന രണ്ട് വാക്യം പോക്കറ്റ് ഇട്ടോണ്ട് അവൻ പോവുക. मैं सोचता हूँ 2 वचन अपने जेब में डालकर जाता है। നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. तुझे तेरे मार्गों में संभालने के लिए उसने अपने सुरदूतों को स्थिर किया है। മറ്റേ പോക്കറ്റ് കിടക്കുന്നത് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. और वो दूसरे जेब में रखा है, दिन में सूरज और रात में अंधकार तुझ पर कोई हानि എടാ नहीं। വ്യഭിചാരി, നിനക്കൊണ്ടോ വാക്യമല്ലത്? ഇത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. है व्यभिचारी, ये जो वचन है ये तेरे लिए नहीं है, ये सर्वशक्तिमान के छाए हुए स्थान में जो रहता है उनके लिए है। അപകടത്തിലേക്ക് അകപ്പെടുകയാണ്, ലോകത്തിൽ ആരും കണ്ടില്ല. और ये दुर्घटनाओं की ओर जाता है, संसार में कोई देखता नहीं ഒരു है, പോലീസും പിടിച്ചില്ല, कोई पुलिस वाला नहीं ഒരു पकड़ता പാമ്പ് है, അവനെ കടിച്ചില്ല, कोई सांप उसको नहीं ഒരു काटती പട്ടി है, അവനെ കടിച്ചില്ല, कोई कुत्ता नहीं काटता ഒരു है, ഡിസിപ്ലിനറി ആക്ഷൻ അവനെതിരെ. और किसी प्रकार की बात कोई नियम उस पर नहीं काम അവൻ करते। വിചാരിച്ചു ആരും അറിഞ്ഞില്ലെന്ന്. वो सोचता है किसी ने नहीं देखा, അത്യുന്നതന്റെ കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു. लेकिन सर्वशक्तिमान की नजर उस पर थी। ഭോഷന്മാർ അത് അത്രേ വിവാഹ ജീവിതത്തിലെ നിയമം തെറ്റിച്ച അസാൻമാർഗികത, ഇമ്മോറാലിറ്റിയുടെ ഡെഡ് ഫ്ലൈ അഥവാ അസാൻമാർഗികതയുടെ ചത്ത ഈച്ചയാണ്. और इस प्रकार जो 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 अलैंगिक जो संबंध है, नैतिक जीवन जो नहीं बिताते हैं, उसके उस प्रकार के काम जो करते हैं उन लोगों के जो मरी हुई मक्खी, അങ്ങനെ അവൻ ചെന്നു വലയിൽ അകപ്പെട്ടു. ദൈവശക്തി തന്നെ ധന്യപ്പെട്ടു പോകും. और ऐसे परमेश्वर की सामर्थ्य उसको छोड़कर चली जाती है। ഇതാണ് മെയിൽ ഈച്ച. ഇനി ഫീമെയിൽ ഈച്ച. 9th chapter 13 to 15 Proverbs 9:13-15. और മെയിൽ ഈച്ചയുടെ തീർത്ഥയാത്ര ഒരു ഫീമെയിൽ ഈച്ചയുടെ വീട്ടിലാണ്. और മോക്ഷത്വം 9th chapter 9:13 മുതൽ 15 വരെ. और ये नर मक्खी है, और जो मादा मक्खी है उसकी सफर को हम लोग उसके 9वें अध्याय में देखते हैं। ഭോഷത്വമായവൾ ആയവൾ ഇത് ഫീമെയിൽ ഈച്ച. മോഹപരവശയായിരിക്കുന്നു. മോഹപരവശയാണ്. അവൾ ബുദ്ധിഹീന തന്നെ. ഈച്ച പറ്റിയവൾ തന്നെ, അവൾ ഒന്നും അറിയുന്നതുമില്ല. ഒന്നും അറിയുന്നില്ല. തങ്ങളുടെ പാതയിൽ നേരെ പോകുന്ന നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിക്കൽ ഒരു പീഠത്തിന്മേലിരിക്കുന്നു. 7th chapter ആരംഭിച്ച ഈ തീർത്ഥയാത്ര 9th chapter ഇവളുടെ വീട് വരെയാണ് എത്തിയത്. और ये जो 7वें अध्याय में जो सफर चालू होता है वो 9वें अध्याय में इसके मादा के घर में पहुंचती है। മോഷ്ടിച്ച ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരമാണ്. ആ അധ്യായത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നിന്നാൽ കാണാം. മോഷ്ടിച്ച വെള്ളം രുചികരവും, അന്ന് വായിച്ചത് മോഷ്ടിച്ച വെള്ളം മധുരമാണ്, ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാണ്. ഇനിയും അതിന്റെ ലാസ്റ്റ് വേർഡ് ഒന്ന് വായിച്ച അതിന്റെ ആ അധ്യായം നിർത്തുന്ന വാക്യം, എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നു എന്നും അവൻ അറിയുന്നില്ല. അയ്യോ, അവൻ അറിഞ്ഞില്ല വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിലാണ്. നോക്കി 13 to 15. उसके 13 से 15 तक के मूर्खता रूपी स्त्री होरा मचाने वाली है, वह तो भोली है और कुछ नहीं जानती। अभी लास्ट वर्स पढ़िए। और वह नहीं जानता कि वह मरे हुए पड़े हैं, और उस स्त्री की नेवता हरि अधोलोक में के निचले स्थान में पहुंची। വിവാഹം എല്ലാവർക്കും മാന്യമാണ്, വിവാഹിതരുടെ കിടക്ക നിർമ്മലവുമാണെന്ന് ബൈബിൾ പറയുന്നു. बाइबल कहती है कि शादी सबके लिए योग्य है और उसके बिस्तर सबके लिए पवित्र होना चाहिए। എന്നാൽ വ്യഭിചാരികളെയും ദുർനടപ്പുകാരെയും ദൈവം ന്യായം വിധിക്കും. लेकिन व्यभिचारियों को और रास्ता भटकने वालों को परमेश्वर न्याय करेगा। വിവാഹ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് ഉണ്ടല്ലോ, വിവാഹ ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു, എന്നാൽ റിസപ്ഷൻ അടുത്ത ഹാളിലായിരിക്കും, അല്ല അപ്സ്റ്റേറിലെ ഓഡിറ്റോറിയത്തിലായിരിക്കും. എല്ലാവരും ആഹാരം കഴിച്ചിട്ടേ പോകാവൂ. ദയവ് ചെയ്ത് ആരും ആഹാരം കഴിക്കാതെ പോകരുത്. കല്യാണ ശുശ്രൂഷ ഇവിടെ കഴിഞ്ഞു, വിവാഹത്തിന്റെ വിരുന്നിന് എല്ലാവരും മേലോട്ട് പോകണമെന്നൊരു ക്ഷണം കിട്ടാറുണ്ട്. और शादी के पश्चात जब उसका ऐलान हो जाता है उसके बाद कहा जाता है शादी समाप्त हुआ, लेकिन कोई भी बिना भोजन करे नहीं जाए, या तो बाजू में नहीं तो ऊपर, जहाँ पर भी रिसेप्शन होती है वहाँ भोजन के लिए न्योता दिया जाता है। ലിഫ്റ്റിൽ കയറി മേലെ എത്താറുണ്ട്, और कुछ लोग लिफ्ट में चढ़कर ऊपर पहुँचते हैं। ഇവിടെ അതുപോലെ ആയിരുന്നു. അവിഹിത ബന്ധം കഴിഞ്ഞു, മെയിൽ ഈച്ചയും ഫീമെയിൽ ഈച്ചയുമായിട്ടുള്ള അവിഹിത ബന്ധം കഴിഞ്ഞ അനൗൺസ്മെന്റ് പെട്ടെന്ന് റിസപ്ഷൻ താഴെയാണ്, താഴോട്ട് പോകാൻ പറഞ്ഞു.
പോയി 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 ബോട്ടംലെസ് പിറ്റിലാ ചെന്ന് അയ്യോ ഒരു തുള്ളി വെള്ളം, ഇവിടെ വെള്ളം കിട്ടത്തില്ല, ലൈറ്റ് ഓൺ ചെയ്യും, ലൈറ്റ് ഇല്ല, പിന്നെ എന്തോ ഉള്ളത്, കരച്ചിലും പല്ലുകടിയും. ഇച്ചിരി നേരത്തെ സുഖമായിരുന്നു അവിഹിത ബന്ധം, പക്ഷെ നിത്യത വരെ വിരുന്ന് ഒരുക്കിയത് പാതാള ലോകത്തിൽ റിസപ്ഷൻ സർവീസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടേ ദുർനടപ്പാചരിക്കാവൂ. और इस प्रकार की अनैतिक संबंध को बनाने के बाद वो नर और मादा वो रिसेप्शन के लिए जाते हैं, वो नीचे जाते 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 अधोलोक में पहुंचते हैं जिसका कोई तह नहीं होता है। वहां पर बत्ती डालने देखे तो बत्ती नहीं होती है, रोशनी नहीं है, वहां पर हमेशा दांत पीसना और रोना होता है। ഇമ്മോറാലിറ്റി, അസാൻമാർഗികത നിന്റെ ജീവിതത്തിലുണ്ടോ? अनैतिकता आपकी जिंदगी में है क्या? നല്ലതുപോലെ ഡ്രസ് ചെയ്തിരിക്കുന്നു, अच्छे से वस्त्र पहने हैं, ഒത്തിരി ദശാംശവും കാശവും ഒക്കെ വാരി കൊടുക്കുന്നു, बहुत सारे दशवांश देते हैं, पैसे देते हैं, പക്ഷേ മക്കളെ കുടുംബജീവിതത്തിൽ വിശ്വസ്തത പുലർത്തണം. लेकिन पारिवारिक जीवन के अंदर विश्वास योग्यता पालन करें। നിന്റെ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഫെയ്ത്ത്ഫുൾ ആകാതെ ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ പോയാൽ അല്പസുഖമാണ് മോഷ്ടിച്ച വെള്ളം, രുചികരമാണ് ഒളിച്ചു നിന്ന അപ്പം, പാതാളം പാതാളം പാതാളത്തിൽ നിത്യത വരെ കരയേണ്ടി വരുമെന്ന് ഈ പുസ്തകം കയ്യിൽ പൊക്കിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസ്താവിക്കുമ്പോൾ വിശ്വസിക്കാൻ മനസ്സുള്ളവർ വിശ്വസിക്കട്ടെ, കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. इस पुस्तक को उठाकर मैं ऐलान करता हूं, जिसके कान है वो सुने, जिसको समझ है वो समझे कि वो अनैतिकता की जो नर और मादा की जो मेल है वो थोड़े से समय के लिए अच्छा लगता है, लेकिन वो जो चोरी की रोटी और जो चोरी की पानी पीने के लिए अधोलोक में जो नेवता मिलता है वो अनंत काल के लिए विनाश और दुर्घटना भरी हुई है। ആകാശത്തിലെ പറവയ്ക്കും ഭൂമിയിലെ ഇഴജാതിക്കും കാട്ടുമൃഗങ്ങൾക്കും നാൽക്കാലി മൃഗങ്ങൾക്കും മക്കളെ ഇമ്മോറാലിറ്റി എന്നൊരു വിഷയമേ ഇല്ല. തോന്നുമ്പോഴൊക്കെ തോന്നിയതിന്റെ കൂടെ തോന്നിയതുപോലെ പോകാം, പക്ഷേ നീ മൃഗജാലമല്ല, ഇഴജാതിയല്ല. 5 പെക്യൂലിയാരിറ്റീസ് നിനക്കുണ്ടെന്ന് അറിയാൻ വയ്യെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം, എഴുതിയെടുത്തു. और ये आकाश के पक्षी और रेंगने वाले जानवरों को इस अनैतिकता नाम का शब्द नहीं होता है, लेकिन आप जो मनुष्य हैं वो रेंगने वाली एक वस्तु नहीं है। आप में 5 खासियत है, वो मैं आपको बताने जा रहा हूँ, लिखना चाहे तो लिख लें। ദൈവ സാദൃശ്യവും സ്വരൂപവും നിനക്ക് മാത്രമേ ഉള്ളൂ. और पहला परमेश्वर का स्वरूप और सदृश्यता आपके अंदर है। 2 കോൺഷ്യസ് മനസാക്ഷി നിനക്ക് ഉള്ളൂ. दूसरा विवेक आपके अंदर है। तीसरा ദൈവ വചനം നിനക്ക് മാത്രമേ ഉള്ളൂ. और परमेश्वर का वचन तीसरा आपके लिए सिर्फ है। नंबर 4 इटर्नल स्पिरिट, अनश्वरമായ ഒരു ആത്മാവ് നിനക്കേ ഉള്ളൂ. और वो नश्वर जो आत्मा है वो सिर्फ आपके पास है। लास्ट 5 a judgment after death, മരിച്ച ശേഷം ഒരു ന്യായവിധി നിനക്ക് മാത്രമേ ഉള്ളൂ. मृत्यु पश्चात जो न्याय है वो सिर्फ आप ही का है। ദൈവ സാദൃശ്യം നിനക്ക് മാത്രം, परमेश्वर की सदृश्यता सिर्फ आप में, മനസാക്ഷി നിനക്ക് മാത്രം, विवेक सिर्फ आप में, അനശ്വരമായ ആത്മാവ് നിനക്ക് മാത്രം, नश्वर आत्मा सिर्फ आप में, വേദ പുസ്തകം നിനക്ക് മാത്രം, पवित्र शास्त्र सिर्फ आपके लिए, മരണാനന്തര ജീവിതം നിനക്ക് മാത്രം. और मृत्यु पश्चात जो जीवन है वो सिर्फ आपके लिए। അതുകൊണ്ട് മൂരിക്കാളയും കറാച്ചി പശുവും അൽസേഷൻ പട്ടിയും കാട്ടു പന്നിയും തോന്നുമ്പോഴൊക്കെ തോന്നിയതിന്റെ കൂടെ പോകാൻ നിനക്ക് അനുവാദമില്ല എന്ന് സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച ദൈവനാമത്തിൽ ഞാൻ പ്രസ്താവിച്ചുകൊള്ളട്ടെ. आकाश और पृथ्वी के सृष्टिकर्ता के नाम में मैं आपको बताता हूँ कि आप जानवर, गाय, बकरी और सुअर के समान एक जिंदगी आप नहीं जी सकते हैं। ഒരു ന്യായവിധി ഉണ്ടെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കണം. एक न्याय आपके लिए है, इस बात को आप समझें। ഇമ്മോറാലിറ്റിയുടെ ചത്ത ഈച്ചയുണ്ടെങ്കിൽ ഇന്ന് രാത്രി അനുഭവിക്കൂ, ഏറ്റുപറയൂ, ഒരു ശുദ്ധീകരണത്തിന്റെ രാത്രിയായി. अनैतिकता की जो मरी हुई मक्खी आपके अंदर है तो आप पश्चाताप करें, परमेश्वर आपको सहायता करेगा। ഓക്ലഹോമയിൽ ഒരു സ്ത്രീയോട് ഒരിക്കൽ ചോദിച്ചു, സിസ്റ്റർ वेयर इज योर हस्बैंड എന്ന്. ओक्लाहोमा में एक स्त्री से पूछा गया कि आपका पति कहाँ पर है। ആ സ്ത്രീയുടെ മറുപടി എന്നെ വളരെ ചിന്തിപ്പിച്ചു. और उस स्त्री की जो जवाब था वो मुझे काफी चिंतित किया। Only a widow can say where is my husband എന്ന്. एक विधवा ही कह सकती है कि उसकी पति कहाँ है। എന്താന്ന് മനസ്സിലായോ? आपको समझ में आया क्या? ഒരു വിധവയ്ക്കല്ലേ പറയാൻ കഴിയൂ ഭർത്താവ് എവിടാന്ന് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് കുടിച്ചിട്ടാൽ അവൻ അവിടെ കിടക്കും, ജീവിക്കുമ്പോൾ ഇതിലേക്കൂടെ ആരുടെ കൂടെ പോകുന്ന ആർക്കറിയാം. और उसका मतलब ये है कि अगर वो मर जाए तो उसको दफना दें तो वो कहाँ पर है मालूम रहता है, जिंदा रहे तो कौन से रास्ते में कहाँ बहक जाए किसी को नहीं पता होता। അവിടെ കുഴിച്ചിട്ടാൽ അവിടെ കിടന്നോളും, ജീവിക്കുമ്പോൾ എവിടൊക്കെ പോകുന്ന ആർക്കും അറിഞ്ഞു
അറിഞ്ഞുകൂടാ, വളരെ ചിന്തിപ്പിച്ചു. പല ആളുകളും മരണപര്യന്തമുള്ള വിശ്വസ്തതയല്ല, മരണാനന്തരമുള്ള വിശ്വസ്തത കുഴിയിൽ നിറങ്ങി പോകത്തില്ല. മരണശേഷമുള്ള വിശ്വസ്തതയ്ക്കാ ചെല്ലിരിക്കുന്നത്. കുഴിച്ചിട്ടാൽ വിശ്വസ്തരായി അവിടെ കിടന്നോളും. അല്ല മക്കളെ, മരണാനന്തര വിശ്വസ്തയല്ല, മരണപര്യന്തം വിശ്വസ്ത പുലർത്താൻ ആഗ്രഹിക്കുന്നവർ കൈവയ്ക്കും, ഒന്ന് കൈവയ്ക്കും. മരണപര്യന്തം मृत्यु तक विश्वास योग्य रहने की बात परमेश्वर का वचन कहती है. मृत्यु पश्चात विश्वास योग्य रहने के लिए जहां पर दफना दिए वहां पर बने रहने वाली बात नहीं है. आप अनंत काल के लिए, हमेशा के लिए विश्वास योग्य बने. Matthew 25:3-5 please. മത്തായി 25:3-5 വരെ മൂന്നാമത്തെ foolishness. और मत्ती 25 उसका 3 से 5 तक तीसरी मूर्खता. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. Yes. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളം താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. ചരിത്രം നമുക്കറിയാവുന്നതുകൊണ്ട് താങ്ക് യു ബ്രദർ, അത്രയും വായിച്ചാൽ മതിയല്ലോ. और ये इतिहास हमें मालूम है, इसलिए हम उसकी पार्श्वभूमि में नहीं पढ़ेंगे. കന്യകമാർ ഒരു മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. और 10 कुंवारियां दुल्हा को स्वागत करने के लिए. അത് 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. और 5 मूर्ख और 5 समझदार हैं. ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണ എടുത്തു. और 5 जो समझदार थे वो अपनी कुप्पियों में तेल लेते हैं. 5 പേർ പാത്രത്തിൽ എണ്ണ എടുത്തു. लेकिन 5 लोग अपने कुप्पियों में तेल नहीं लेते हैं. അവർ ഈ ബുദ്ധിയില്ലാത്തവർക്ക് ഒത്തിരി ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. और ये जो मूर्ख हैं उनमें बहुत सारी अच्छी गुण हैं. അവരെല്ലാവരും കന്യകമാരായിരുന്നു. वो सब कुंवारियां थीं. അവരെല്ലാവരും മണവാളനെ മാത്രം നോക്കിയിരുന്നു. और वो सब एक ही दुल्हे का इंतजार करते हैं. വാതിൽ അടച്ചെന്ന് കണ്ടിട്ട് പോലും വേറൊരുത്തന്റെ പുറകെ പോയില്ല. അപ്പോഴും ഒറ്റ മണവാളൻ, എത്ര നല്ല ക്വാളിറ്റി. और दरवाजा बंद है देखने के बाद भी वो एक दूसरे दुल्हे के पीछे नहीं गए. ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസം, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി. और उनके बीच में कभी भी मतभेद नहीं होता है. ബെസ്റ്റ് മാനേഴ്സ് കീപ്പ് ചെയ്തവരാണ്. और अच्छे जो स्वभाव को रखे हुए, ചരിത്ര രഖനെ വാല, चरित्र रहने वाले. ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു, ഒരുമിച്ച് മയങ്ങുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് എഴുന്നേൽക്കുന്നു. ക്വാളിറ്റി, യൂണിറ്റി, സംഗതി, സഹഭാഗിത, മിത്രത, ഒരിക്കലും ഒരു വ്യത്യാസം വരുന്നില്ല. वो एक साथ सोते हैं, अच्छी मित्रता है, अच्छी सहभागिता है. देखो कितने अच्छे से वो अपने जीवन को जीते हैं. എല്ലാവരും കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോ ഇവർ രാത്രി എഴുന്നേറ്റിട്ട് ഇത് മോഷ്ടിക്കാൻ വരുന്നു. ഇവർ മോഷ്ടിച്ചില്ല. और ये सब लोग जब सो रहे थे उस समय जग कर वो तेल चोरी कर सकते थे, वो लोग चोरी भी नहीं किए. മാനേഴ്സ് കീപ്പ് ചെയ്തു. പ്ലീസ് ഗിവ് us, ചോദിച്ചു വാങ്ങിക്കുക. അവർ ചോദിച്ചു, അത് നല്ല ക്വാളിറ്റി. और वो लोग पूछते हैं, उसमें एक अच्छी चरित्र होती है, वो मांगते हैं तेल को. ആ സമയത്ത് തരത്തില്ലെന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ കന്യകമാരാണെങ്കിൽ ഒരു ഇടി ഒരു തൊടി, നാണമില്ലാത്തവളെ ഇപ്പോഴാണോ എന്നൊക്കെ ഇത് ദേഷ്യവും പെടുന്നില്ല. നിങ്ങൾ പോകാൻ പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് പോയി. क्वालिटीज कितने अच्छे गुण हैं उनमें. जब तेल लेने के लिए मांगे तो नहीं है बोल दिए तो वो चुपचाप चले गए. हम होते तो लात मारते, गुस्सा करते, लेकिन शांति से वो चले जाते. ഒരക്ഷരം പോലും പ്രത്യുത്തരം പറയാതെ അവർ രാത്രി കടയിലേക്ക്, वो एक भी शब्द जवाब में नहीं देते हैं, रात में तेल लेने चले जाते हैं. രാത്രി തിരിച്ചു വന്നും പിന്നെ ഇവർ മുട്ടുകയാണ്. और रात में वापस आकर दरवाजा खटखटाते हैं. അപ്പോൾ മണവാളൻ പറയുന്നത് എന്താണ്? और उस समय दुल्हा क्या कहता है? നിങ്ങൾ എന്തിനാ രാത്രി പോയതെന്ന് ചോദിച്ചില്ല. वो आप रात में क्यों गए ऐसा नहीं पूछता है. എടുക്കാത്ത എന്താന്ന് ചോദിച്ചില്ല. तेल क्यों नहीं लिए ऐसा भी नहीं पूछता. ഡിസ്റ്റർബ് ചെയ്ത് എന്താന്ന് ചോദിച്ചില്ല. इनको क्यों परेशान किया ये भी नहीं पूछते. അടയ്ക്കപ്പെട്ട വാതിൽ പിന്നെ മുട്ടുന്നത് എന്താന്ന് ചോദിച്ചില്ല. ये बंद दरवाजे को क्यों खटखटाते हो ये नहीं पूछते. One reply. एक ही सवाल, I don't know you. मैं नहीं जानता. പുറമേ സകലതും ഉണ്ടായിരുന്നു, അകത്ത് ആത്മാവ് അധിവസിച്ചില്ല. बाहर से सब कुछ था लेकिन अंदर आत्मा नहीं थी. പരിശുദ്ധാത്മാവിന്റെ അധിവാസമില്ലാത്ത വ്യക്തികൾ, और पवित्र आत्मा की जीवास उनके अंदर नहीं था. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഉടനെ അന്യഭാഷയാണെന്ന് ചൊല്ലി വരിച്ചിട്ടുണ്ട്. ഇത് അന്യഭാഷയല്ല. और ये पवित्र आत्मा बोलने से कई लोग सोचते हैं अन्य भाषा है. ये वो अन्य भाषा नहीं है. ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, एक व्यक्ति जब मसीह को स्वीकार करता है ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിലേക്ക് വരുന്നു. और मसीह की आत्मा उनके अंदर आती है, പറഞ്ഞാൽ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ്. तब ये परमेश्वर की आत्मा का अंदर वास करता है. ആമേൻ. അത് രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്നത്. और ये उद्धार पाते हैं तब उनमें होता है. എന്നാൽ അന്യഭാഷ എന്താണെന്നറിയാം? लेकिन अन्य भाषा क्या है मालूम है? ആത്മ നദിയിൽ മുങ്ങി കുടിച്ച് ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്. और आत्मा के नदी में डूबकर उसके अंदर से बहते हुए जाते हैं. ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ്.